അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെയല്ല, നാളെ നിങ്ങളൊരു പണി ചെയ്യണം. നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കണം. ഇന്നത്തെ പ്രാർത്ഥന കേൾക്കുന്നവർ ഓർത്തേക്കണം, നാളെ അച്ഛൻ രേഖകൾ വെച്ച് പ്രാർത്ഥിക്കും. സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, സ്ഥലം, അവന് ഹൗസിൻ്റെ പ്ലാനുകൾ, നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ, എന്തെല്ലാം രേഖകളാണ് നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യണത്, ഈ ആഴ്ച കൈകാര്യം ചെയ്യേണ്ടത്, അതെല്ലാം നാളെ പ്രാർത്ഥിക കയ്യിലുണ്ടാകണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട്. ഈശോയെ, ഭർത്താവിനോട് വഴക്കിട്ടിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മക്കളെ അനുസരിക്കാത്തവരുണ്ട്, മക്കൾ ജയിലിലായവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട്. കർത്താവേ, കണ്ണീരുടെ അങ്ങയുടെ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ കന്യാസ്ത്രീ മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവ്, സാമ്പത്തിക ബാധ്യതകളായും ജോലി ഇല്ലാത്തവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. ഈശോയെ, അവരെ സ്പർശിക്കണേ കർത്താവേ. അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സ് മടുത്ത് തളർന്നിരിക്കണം. ഈശോയെ, അവരെല്ലാം നിന്റെ തിനൂറുപാടുന്ന അണിപ്രതാർന്ന് വലത് കരത്താൻ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊടിയ കാറ്റടിക്കണമേ കർത്താവേ. കാറ്റ് അങ്ങയുടെ ആത്മീയ കാറ്റാൽ അവർ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ധൈര്യത്തിൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ആവസിക്കണമേ. അടിപ്പിടുന്ന പോലെ വൈതാഖലം ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഗുഡ് ഡേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ആധ്യാത്മിക യാത്രയ്ക്ക് മാതാവ് എന്നെ കൊണ്ടുപോയിരിക്കുന്നു. ഞാനിപ്പോൾ തിരിച്ച് കൃപാസനത്തിൽ എത്തിയിട്ടുണ്ട്. ശുശ്രൂഷകൾ ഞാൻ വന്നത് ബുധനാഴ്ച തന്നെ, ചൊവ്വാഴ്ച രാത്രി വന്നു. ബുധനാഴ്ച തന്നെ ശുശ്രൂഷകൾ കൃപാസനത്തിൽ ആരംഭിച്ചു. എൻ്റെ ശുശ്രൂഷകൾ കൃപാസനം നല്ല ലൈവായിട്ട് ഭംഗിയായിട്ട് തന്നെ, അച്ഛനില്ലെങ്കിലും നൂറുകണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തും പുതുക്കി ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മാതാവ് എന്നെ ലൂർദിൽ കൊണ്ടുപോയി. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് അവിടെ 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ഉണ്ടായിരുന്നു. 7 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഫ്രാൻസിൽ ലൂർദിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു. ലൂർദിനകത്ത് തന്നെ ചാപ്പല് സിസ്റ്റർ ഷീബ തോമസ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഒരു വലിയ സുവിശേഷകരുണ്ട്. അവരുടെ ഒരു കോൺഗ്രിഗേഷനുണ്ട്. അത് സൂപ്പറാണ്. അവരാണ് ഇതെല്ലാം സംഘടിപ്പിച്ച് തന്നത്. അവരെല്ലാം ഇപ്പം നന്ദിയോടെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. എങ്കിലും ആ ദിവസങ്ങളിൽ പകുതി ദിവസം ധ്യാനവും ഉടമ്പടി ധ്യാനവും പകുതി ദിവസം തീർത്ഥാടനമായിരുന്നു. തീർത്ഥാടനത്തിൽ രാവിലെ തൊട്ട് 2 മണി വരെ ഉടമ്പടി ധ്യാനം. 2 മണിക്ക് ശേഷം അവർക്ക് ബസിലിക്കായിൽ, ലൂർദ് ബസിലിക്കായിൽ ദിവ്യകാരുണ്യ ആരാധന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ പ്രദക്ഷിണം. പിന്നെ ഒരു ദിവസം കുരിശിൻ്റെ വഴി മലമുകളിൽ, പിന്നെ ഒരു ദിവസം ജപമാല ഘോഷയാത്ര. അതൊക്കെ 2000-3000 പേരാണ് പങ്കെടുക്കണത്. എല്ലാ ലോകത്തുള്ള എല്ലാ കോണ്ടിനെൻസിലുള്ള ആൾക്കാരുടെ ഒരു വിവിധ ഭാഷകളിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ കുർബാന ചെല്ലാനും മാതാ പ്രത്യക്ഷപ്പെടത്ത് കുർബാന ചെല്ലാനൊക്കെ അമ്മ അനുഗ്രഹിച്ചു. അവിടെ ജപമാല ചെല്ലാൻ അനുവദിച്ചു അല്ലേ. അപ്പോൾ അത് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലൂർദിൽ വെച്ച് മാതാവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം മാതാവിൻ്റെ പള്ളിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ കൂടെ നിന്നവരോട് ചോദിച്ചു, പുരാതനമായ മീറയുടെ സ്മെല്ല് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിനവിടെ നിന്ന് 10-12 പേരുണ്ടായിരുന്നു. അവരാരും പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ്. സ്വാഭാവികമായുള്ള ഞാൻ അമ്മയുടെ പള്ളിയിൽ മുകളിൽ കയറി 2ാമത്തെ പള്ളി കയറി. 3 പള്ളി ഒറ്റ നിലയിലാണ്. അവിടെയും പുരാതനമായ നാർദിൻ സുഗന്ധ തൈലത്തിൻ്റെ അഭിഷേകം. 3ാമത്തെ പള്ളി കയറിയപ്പോഴും ഇതേ സെയിം സ്മെല്ല്. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും ആ സ്മെല്ലില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് അമ്മയോട് ചോദിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി സുവിശേഷം തുറന്നപ്പോൾ എനിക്ക് 12:3 കിട്ടി. 12:3. അമ്മയെക്കുറിച്ച് ഡയറക്റ്റ് പറയുന്ന അല്ലെങ്കിലും അമ്മയുടെ പേര് അവിടെയുണ്ട്, ആ വാക്യത്തിലുണ്ട്. യോഹന്നാൻ 12:3
മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അമ്മ മരിയം വീടുകളാണ് എപ്പോഴും പരിമളം കൊണ്ട് നിറയണത്. അത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന സുഗന്ധാഭിഷേകങ്ങളൊക്കെ ഇല്ലേ, ഉടമ്പടി എടുത്തവർ എന്തുമാത്രം ആൾക്കാരാണ് പേഴ്സണൽ കോണ്ടാക്റ്റിൽ മരിയം സുഗന്ധാഭിഷേകം അനുഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പ്രൈവറ്റ് എക്സ്പീരിയൻസാണ്. അതിനൊരു ഡോഗ്മാറ്റിക് വശമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു സത്യമായ ഒരു അനുഭവമാണിത്. പക്ഷെ അതിനെല്ലാം എവിടെ ഈ ശുശ്രൂഷ എവിടെ നടക്കുന്നു, നമുക്ക് മരിയ സുഗന്ധാഭിഷേകത്തിന് അടിസ്ഥാന ശുശ്രൂഷകളാണെന്നാണ് എനിക്ക് ലൂർദിൽ വെച്ച് അമ്മ പറഞ്ഞത്. മാതാവിൻ്റെ പേരിൽ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകും. അത് പ്രസൻസാണ്, സാന്നിധ്യമാണ്. അപ്പം നിങ്ങളെ എപ്പോഴും കുറച്ച് പേര് ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ എരിവും തീഷ്ണതയും കാണിക്കുമ്പോൾ മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകുമെന്നുള്ള ധാരണയുണ്ട്. ആ ധാരണ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട്. എന്താണ്? ശുശ്രൂഷയുടെ വശമുണ്ട്. സുഗന്ധവും ശുശ്രൂഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് അറിയാമല്ലോ, ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടമ്പടി ജീവിതത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനത്തിൽ ഒരു മോള്, അവളുടെ ഭർത്താവ്, അവൾക്ക് കല്യാണം കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ ജനിച്ച് 6 വയസ്സായ ആ കുഞ്ഞിന് 6 വയസ്സായപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചു. അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ദൈവത്തെ വെറുത്തു, മാതാവിനുമായിട്ട് കലഹിച്ചു, ഔസേപ്പിതാവിനായിട്ട് കലഹിച്ചു, ഈശോനെ കണ്ടപ്പോൾ കലഹിച്ചു, കാണുന്ന രൂപത്തിനടുത്തെല്ലാം കലഹിച്ചു. നിങ്ങളെല്ലാം ഉണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കിനി നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങളില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയും ഞാൻ നിങ്ങളില്ലാതെ മരിക്കുമെന്ന് പറയും. എന്നിട്ട് ഇവള് രഹസ്യമായിട്ട് ഭർത്താവിനോട് വീട്ടുകാരോട് പറയും, എനിക്കെന്തോ ഡിപ്രഷനാണ്, എന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ സൈക്കാട്രിസ്റ്റ് എന്നോട് ചോദിക്കും എനിക്ക് ഉറക്കമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഉറക്കമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്ക ഗുളിക അനുവദിച്ച് തരും. അപ്പോൾ ഞാനത് കഴിച്ച് ആത്മഹത്യ ചെയ്യും. അപ്പോൾ ആ ഒരു സ്പിരിറ്റിലേക്ക് ഡവാണ്. അങ്ങനെ അവൾക്കൊരു ആ സെക്കൻഡിൽ അവൾക്കൊരു കൃപാസനം പത്രം കിട്ടണതും പിന്നീട് അവൾ ഇതിനെ സർവൈവ് ചെയ്ത് വരണതാണ്. അപ്പോൾ നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ബുദ്ധിയും ബോധവും ഇല്ലാത്തവരും ദൈവിക പദ്ധതിയെക്കുറിച്ച് അജ്ഞരായിട്ടുള്ളവർ പറയും ഇതൊക്കെ ഒരു ബിസിനസ്സാണെന്ന് പറയും. അങ്ങനെയല്ല. എന്നോട് പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് എന്നോട് പറയാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഇത് എന്തെങ്കിലും വിമർശനങ്ങൾ പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വിമർശനങ്ങൾ എൻ്റെ സഭയിലും പുറത്തും ഒക്കെ ഞാൻ ആദ്യകാലം അനുഭവിക്കുമായിരുന്നു. ഇതിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ സ്നേഹത്തോടെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ വേല ഏറ്റെടുത്തുകൊണ്ട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചത്. ഇപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റിയെന്ന് വെച്ചാൽ മനുഷ്യൻ ഒരു തകർച്ച വന്ന് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ മാതാവ് തന്നെ നേരിട്ട് ആ പത്രം അവന് കൊണ്ട് കൊടുത്തിട്ട് ആ മോള അങ്ങനെ തന്നെ കാര്യം അവർ എടുത്ത് കൃപാസനത്തിൽ കൊണ്ടുവന്ന് സത്രത്തിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ. കൃപാസനം ഒരു സമരിയക്കാരൻ, മുറിവേറ്റ സമരിയക്കാരൻ്റെ സത്രം പോലെയായി. പക്ഷെ അതൊരു മരിയ സത്രം കൂടിയാണ് ശരിക്കും. എന്താ പറഞ്ഞാൽ ഈ മരിയ സത്രത്തിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കൈ വാങ്ങിച്ചുകൊണ്ട് പോകണത് എന്താണ് ചെയ്യുന്നത്? എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന് മുറിവുകൾ സുഖപ്പെടുത്താൻ വേണ്ടി ഒരു സമരിയക്കാരനായിട്ടാണ് ഇവിടുന്ന് പോണത്. ഈ സമരിയക്കാരൻ്റെ ശുശ്രൂഷ സുഗന്ധമാണ് സുഗന്ധാഭിഷേകമായിട്ട് കൃപാസനം ഉടമ്പടിക്കാരനുഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നല്ല സുഗന്ധം അനുഭവിക്കാൻ, നല്ല ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വരാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ്തലാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രമീള. ഇതെൻ്റെ മകൻ അഭിഷേക് പി സിൽവ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 21/12/2019
കൊറോണ കാലത്ത് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. പക്ഷേ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി നിബന്ധനകളും ഞാൻ പാലിച്ചു പോന്നിരുന്നു. ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ 2025 എൻ്റെ ഈ മകൻ +2 പാസ് ഔട്ടായത്. അവൻ്റെ +2 കാലഘട്ടം വളരെ ക്ലേശകരമായിരുന്നു. 50 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്താണ് അവൻ സ്കൂളിൽ പോയിരുന്നത്. 2 ബസ്സിൽ കയറി ഇറങ്ങി പോകണമായിരുന്നു. വെളുപ്പിനെ രാവിലത്തെ മാസ് കൂടിയിട്ട് സ്കൂളിൽ പോകും. തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം 7 മണി 7:30 മണിയൊക്കെ ആവും. അപ്പോൾ അങ്ങനെ വരുന്ന മകന് പഠിക്കാനൊന്നും, അവൻ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തിരുന്നത്, പഠിക്കാനൊന്നും ക്ഷീണം കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ട്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവന് പഠനം ഭയങ്കര ക്ലേശകരമായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിന് അവനെയും അവൻ്റെ പഠനത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, നിയോഗം വച്ചു. എന്നും ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി അവന് കൊടുത്തിട്ടാണ് സ്കൂളിൽ വിടുന്നത്. പ്രത്യേകിച്ച് പരീക്ഷ സമയങ്ങളിലും കാശുരൂപം ഇവിടെ കൊണ്ടുവന്ന് ഫാദറിൻ്റെ ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് ആ കാശുരൂപവും ഉടമ്പടി വസ്തുക്കളുമായിട്ടാണ് മകൻ പരീക്ഷ എഴുതാൻ പോയിരുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടൽ കാരണം അവന് ഫസ്റ്റ് ഇയറിൽ 520-ൽ 509 മാർക്ക് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. സെക്കൻഡ് ഇയർ ആയപ്പോൾ പ്രാക്ടിക്കൽ വർക്കും അതുപോലുള്ള യാത്രാക്ലേശങ്ങളും ട്യൂഷൻ ഇല്ലായ്മയും എല്ലാം കൊണ്ട് ആൾ ഭയങ്കര പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. ടെസ്റ്റ് പേപ്പറുകൾ വന്നാൽ അതിനെ സ്കിപ്പ് ചെയ്യും, പഠിക്കാത്തത് കാരണം. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കമ്പ്യൂട്ടർ സയൻസിന് അവനൊട്ടും വശമില്ലായിരുന്നു. അതിന് ജീന എന്ന് പറയുന്ന ഒരു ടീച്ചറിനെ പരിശുദ്ധ അമ്മ ഗിഫ്റ്റായി നൽകി എക്സ്ട്രാ ടൈം അവന് ക്ലാസ് എടുത്തു. ആ ടീച്ചറും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുന്ന ടീച്ചറായിരുന്നു. ടീച്ചറും അവന് മാതാവിൻ്റെ ആ ഒരു സംരക്ഷണത്തെക്കുറിച്ച് അവന് ഒരു കോൺഫിഡൻസ് കൊടുക്കുമായിരുന്നു. പിന്നെ ഫിസിക്സ് പരീക്ഷ സമയത്ത് അവന് 13 ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയെ അവൻ കൂട്ടുപിടിച്ചു. അമ്മയും ഈശോയും എന്നെ പഠിപ്പിച്ചാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 11 മണിക്കൂർ കൊണ്ട് അവൻ 13 ചാപ്റ്ററുകൾ പഠിച്ചു. പരീക്ഷ, ഈ കഴിഞ്ഞ +2 പരീക്ഷ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഫിസിക്സ്, അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കെമിസ്ട്രി പരീക്ഷ. ഫിസിക്സും കെമിസ്ട്രിയും ഭയങ്കര ടഫായിരുന്നു. എന്താണ് എഴുതേണ്ടതെന്ന് കുട്ടികൾക്കൊന്നും, എൻ്റെ മോനും ഒരു ബോധവുമില്ല. അവൻ എന്താണ് എഴുതിയെന്ന് വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അറിയില്ല എത്ര മാർക്കിന് എഴുതി, ഏത് ക്വസ്റ്റ്യൻ എഴുതി, എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നൊക്കെ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ, മധ്യസ്ഥത്തിൽ അവൻ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെയുള്ള സമയങ്ങളിൽ അവന് അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവൻ പരീക്ഷ എഴുതിയെന്ന് അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ +2-ന് 1200-ൽ 1170 മാർക്ക് നൽകി പരിശുദ്ധ അമ്മ അവനെ സഹായിച്ചു. അവൻ്റെ ബുക്കുകളിലെല്ലാം എഴുതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. +2 കാലം കഴിഞ്ഞിട്ട് അവന് ഉപരിപഠനത്തിനായി വിദേശത്ത് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ മൂത്ത മോൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് സാക്ഷ്യവും പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേറെ കൺട്രി നോക്കിയിട്ടും അവൻ്റെ ഉള്ളിൽ USA എന്നുള്ള ഒരു ആഗ്രഹം അമ്മ കണ്ടു. വിത്തിൻ 1 മന്ത് വളരെ പെട്ടെന്ന് അവൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ റെഡിയാക്കി. ഇവിടെ നിന്ന് തന്നെയാണ് സാക്ഷ്യം പറഞ്ഞിട്ട് അവൻ പോയത്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി എടുത്തവർക്ക് യേശു നൽകുന്ന വാഗ്ദാനമാണ്, നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയച്ച് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ക്രമീകരിക്കുമെന്ന്. അതുപോലെ തന്നെ അവൻ അവിടെ ചെന്നപ്പോൾ അപരിചിതമായ ആ സ്ഥലത്ത് അവന് വേണ്ടി പരിശുദ്ധ അമ്മയും ഈശോയും അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാരെ അവിടെ ക്രമീകരിച്ചിരുന്നു. അപ്പോൾ ഈ മകനും അവന് ഒരു വർഷം പഠിക്കുന്നതിന് 24 ലക്ഷം രൂപ വേണം, 4 വർഷം പഠിക്കണം. പിന്നെ ഞങ്ങളുടെ ഒരു പുതിയ ഭവനം മാതാവ് തന്നു, വാഹനങ്ങളെടുത്തു, അങ്ങനെ ഒരുപാട് ബാധ്യതകളുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ മകനും അവിടെ പഠിക്കണമെന്നുള്ള ആഗ്രഹം പറയുന്നത്.
പരിശുദ്ധ അമ്മയുടെ കൃപയാൽ മൂത്ത മകനേക്കാളും കൂടുതൽ മാർക്ക് ഈ മകനുണ്ട്. അപ്പോൾ അവന് ആ ആഗ്രഹം പറയുമ്പോൾ നമുക്ക് അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും ആകെ വിഷമത്തിലായി. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എനിക്ക് ആ ഒരു വിശ്വാസം ഞാൻ കൈവിട്ടില്ല. അമ്മയോട് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഞങ്ങൾ നിസ്സഹായരാണ്. ഈ അവസ്ഥയിൽ ഈ മകനെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. അവനെടുത്തിരിക്കുന്ന കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിത്ത് മെഷീൻ ലേണിംഗ് ആണ്. അത് എല്ലാ കോളേജുകളിലും ഇല്ല. ഉള്ളിടത്ത് അന്വേഷിച്ചപ്പോൾ ഒരു വർഷം തന്നെ 67 ലക്ഷം രൂപ വേണം. അങ്ങനെ 4 വർഷം പഠിക്കണം. അപ്പോൾ 2.5 കോടിയോളം രൂപയാകും അത്. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ അതെല്ലാം സമർപ്പിച്ചു. അമ്മ തന്നെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതെന്ന്. ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മ ആ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ, അതായത് മൂത്ത മോൻ പോയപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയാണ് ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ അമ്മ അതിനുള്ള വെളിപ്പെടുത്തലുകൾ ജീവിത പങ്കാളിക്ക് കൊടുക്കുന്നത്. ഇപ്പോഴും ജീവിത പങ്കാളി വേറൊരു കൺസൾട്ടൻസിയിൽ ഫോണിൽ കണ്ട് അവരോട് കണക്ട് ചെയ്തപ്പോൾ അവരുമായി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഭാരലഹത്വത്തിൻ്റെ അമ്മ 67 ലക്ഷത്തിൽ നിന്ന് 1 വർഷത്തേക്കുള്ള പഠനം 13 ലക്ഷം രൂപയായി കുറച്ച് തന്നു. അങ്ങനെ എൻ്റെ ഈ മകൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് പരിശുദ്ധ അമ്മയുടെ ദിവസം ശനിയാഴ്ച 4-ാം തീയതി ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അമ്മയുടെ പ്രത്യേക അനുഗ്രഹത്തിൽ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന കൃപയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടി നന്ദി പറയുന്നു. അടുത്ത 20 വർഷത്തിലധികമായി എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ആവശ്യങ്ങളൊന്നും മാതാവിനോട് വയ്ക്കാറില്ല. കഴിഞ്ഞ 5-ാമത്തെ ഉടമ്പടി പുതുക്കലിന് മുകളിലിരുന്ന ഒരു ബ്രദർ എന്നോട്, ഞാൻ അന്ന് മൈഗ്രെയിൻ കൊണ്ട് ഭയങ്കര വൊമിറ്റ് ചെയ്ത് എനിക്ക് ക്യൂവിലൊന്നും നിൽക്കാൻ പറ്റാതെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, ആ ഒരു അവസ്ഥയിലാണ് ക്യൂവിൽ നിന്നത്. എന്നിട്ട് ബ്രദർ എന്നോട് ചോദിച്ചു, മോൾ എന്തോ അലർജി ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദർ അലർജി അല്ല, എനിക്ക് മൈഗ്രെയിൻ ബുദ്ധിമുട്ടായത് കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, മോൾ ഉടമ്പടിയില്ലല്ലേ, അതിൽ നിന്ന് നിനക്കൊരു മോചനം വേണ്ടേ, അമ്മയോട് നീ പറ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിന്നതേ ഉള്ളൂ. ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം മൈഗ്രെയിൻ ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ അടുത്ത് പറയേണ്ടത് പ്രപഞ്ച പ്രകൃതിയുടെ അമ്മയാണ് നമ്മുടെ കൃപാസന അമ്മ. എൻ്റെ വീട്ടിൽ മാവും പ്ലാവും ഒക്കെ പൂക്കാതെയും കായ്ക്കാതെയും നിന്നു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് പരിശുദ്ധ അമ്മ തന്നത്. ഫലങ്ങൾ തന്നെന്ന് മാത്രമല്ല, ആ ഫലങ്ങൾക്ക് ഇരട്ടി മധുരമാണ് ഉണ്ടായിരുന്നത്. ഞാൻ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുമ്പോൾ അവരോട് പറയും, പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയുടെ ഗിഫ്റ്റാണിതെന്ന്. അവർ പറയുകയും ചെയ്യും, ഈ ചക്കയ്ക്ക് അല്ലെങ്കിൽ ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ പട്ടി റോഡ് വീലർ, അതിന് വയ്യാണ്ടാവുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു കൊടുക്കും. പിന്നെ അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഇതെല്ലാം അമ്മ പ്രപഞ്ച പ്രകൃതിയുടെ അമ്മയാണെന്ന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ആർക്കെന്ത് ബുദ്ധിമുട്ട് വന്നാലും, ബന്ധുക്കൾക്കായാലും ആരെങ്കിലും എന്നോട് പ്രാർത്ഥനാ സഹായം അല്ലെങ്കിൽ സുഖമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ അവർക്ക് കിട്ടാറുണ്ട്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ലക്ഷങ്ങളുടെ ആവശ്യങ്ങളാണ് ഓരോ മാസവും എൻ്റെ കുടുംബത്തിനുള്ളത്. ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഏത് വിധത്തിലും എവിടെ നിന്നായാലും ആ ആവശ്യ സമയത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ സങ്കടപ്പെടാതെ, ബുദ്ധിമുട്ട് ഉണ്ടാകാതെ, ആരെങ്കിലും വഴി ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടന്നു പോകാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത്, എല്ലാ മാസവും 3 കെട്ട് പത്രം വാങ്ങും. മാത്രമല്ല കുരിശടിയിലും ഈ കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളുടെ നാട്ടിലെ കുരിശടിയിൽ 1 കെട്ട് പത്രം ഇരുന്നു. ഞാൻ അതെടുത്തുകൊണ്ട് വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ഈ പത്രം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ അപ്പായുടെ മഹത്വത്തിന് വേണ്ടി ഏത് കരങ്ങളിലാണോ ഇതെത്തേണ്ടത് അവിടെ അമ്മ എന്നെ എത്തിക്കണമെന്ന്. അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഈ മകൻ
അടുത്ത പള്ളിയിൽ ഒരു കെട്ട് പത്രം ഇരുന്നെന്ന് പറഞ്ഞെടുത്തുകൊണ്ട് വന്നു. അതും ഞാൻ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അതും കൊണ്ട് കൊടുത്തു. പിന്നെ എൻ്റെ മക്കളെയും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി പത്രം കൊടുക്കാനായി കൊടുത്തേക്കാറുണ്ട്. അത് എനിക്ക് മടിയായത് കൊണ്ടല്ല, അവരും യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഈ കഴിഞ്ഞ മുമ്പിലത്തെ മാസം ഞങ്ങൾ രണ്ടുപേരും കൂടെ പത്രം കൊടുക്കാൻ പോയപ്പോൾ ഒരു മുസ്ലിം ഏരിയയിലാണ് പോയത്. അപ്പോൾ ഒരാൾക്ക് പത്രം കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു എത്ര കിട്ടും എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത്, ഈ പത്രം കൊടുക്കുന്നതിന് എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു വല്ല നക്കാപ്പിച്ചയും കിട്ടുമായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് നക്കാപ്പിച്ചയും വലിയ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തരുന്നത് എൻ്റെ യേശുവപ്പനും പരിശുദ്ധ അമ്മയുമാണ്, കൃപാസന അമ്മയുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രതിഫലം അവർ തരും എന്ന്. അങ്ങനെ ചിലർക്ക് പത്രം കൊടുക്കുമ്പോൾ വാങ്ങാറില്ല. എന്നാലും എനിക്കുള്ള അനുഭവങ്ങൾ, എൻ്റെ കുടുംബത്തിന് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറഞ്ഞാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. അവരെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വീട്ടിൽ നിന്ന് ഉടമ്പടി തൈലം എടുത്ത് പത്രങ്ങളിലൊക്കെ കുരിശ് വരച്ച് പോകുന്ന വഴിക്കൊക്കെ വിശ്വാസ പ്രമാണമോ കൊന്തയോ ചൊല്ലിയാണ് 2 വീലറിൽ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത്. പിന്നെ ദിവസമുള്ള ദിവ്യബലി മുടങ്ങാറില്ല. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കും. ഞങ്ങളുടെ നാട്ടിൽ മാസത്തിലൊരിക്കലാണ് കുമ്പസാരമുള്ളത്. ഞാൻ അച്ഛനോട് കുമ്പസാരം പോയി ചോദിക്കും. ഡെയിലി ബ്രെഡ് കണ്ട് ഷെയർ ചെയ്യും. സാക്ഷ്യങ്ങൾ എല്ലാ ട്യൂസ്ഡേയും ഉള്ള അച്ഛൻ്റെ ധ്യാനം കൂടും. സാക്ഷ്യങ്ങൾ കേൾക്കും. ആവശ്യക്കാർക്ക് അത് അയച്ചു കൊടുക്കും. പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഞങ്ങൾ ഏതെങ്കിലും യാത്രയിലാണെങ്കിലും വാഹനത്തിലിരുന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഞാൻ ഉടമ്പടി ജീവിതം ആരംഭിച്ചതിന് ശേഷം ഞാൻ എവിടെ യാത്ര പോയാലും 2 വീലറിൽ പോകുമ്പോൾ കൊന്തയെല്ലാം ചൊല്ലിയാണ് എല്ലാ രഹസ്യങ്ങളും എല്ലാ പ്രാർത്ഥനകളും ലിറ്റിനിയും അറിയാനുള്ളതുകൊണ്ട് അതെല്ലാം ചൊല്ലിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ പല അനാഥാലയങ്ങളിലും ഞങ്ങളുടെ നാടിൻ്റെ കുറച്ച് അകലെ ഒരു മദർ തെരേസയുടെ പാവപ്പെട്ട അമ്മമാരുടെ ഒരു ഭവനമുണ്ട്. അവിടെ ഞങ്ങളുടെ വീട്ടിൽ, അവിടെ നിന്നല്ല വേറെ പലയിടത്തും ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മക്കളുടെ ബർത്ത്ഡേയോ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേയോ ഒക്കെ വരുമ്പോൾ ഞങ്ങളാൽ പറ്റുന്ന സഹായവും കൊണ്ട് ഞങ്ങൾ അവിടെ എത്താറുണ്ട്. പറ്റുകയാണെങ്കിൽ അവർക്ക് ഫുഡായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ചിട്ട് അത് വാങ്ങി കൊടുക്കും. പിന്നെ ഒരു ട്രസ്റ്റിൻ്റെ ഒരു ബോക്സ് ഞങ്ങളുടെ വീട്ടിൽ വച്ചിട്ടുണ്ട്. ഓരോ മാസവും അത് അവർ വന്ന് കളക്ട് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരെങ്കിലും വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്നത് വെച്ച് അവരെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികൾ. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ഞാൻ 2 സാക്ഷ്യം പറഞ്ഞതിന് ശേഷവും എനിക്കൊരു കുറ്റബോധം മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ തികട്ടി വരുമ്പോൾ തോന്നും. അച്ഛൻ ഈ വിശുദ്ധിയിൽ 4 വയസ്സ് മുതൽ ദൈവത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാതിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ പോലുള്ള ജീവിതങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് ഈ പരിശുദ്ധ ആലയമുള്ളത് കൊണ്ടാണ്. അച്ഛൻ ഈ 4 വയസ്സ് മുതൽ വിശുദ്ധിയിൽ ജീവിച്ചതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ജോസഫ് അച്ഛനെ പ്രത്യക്ഷയാക്കിയത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും അച്ഛനെയും അച്ഛന് ജന്മം നൽകിയ മാതാപിതാക്കളെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയിൽ കൃപാസനത്തെയും ഇവിടുത്തെ ശുശ്രൂഷകളെയും ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും അച്ഛനെയും അച്ഛൻ്റെ നിയോഗങ്ങളെയും എല്ലാം തിരുരക്ത സംരക്ഷണത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിനായി ഞാൻ ഈ സാക്ഷി നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ, ഈ പുണ്യ ആൾത്താരയിൽ 2ാമത്തെ സാക്ഷ്യമായിട്ട് വന്ന് നിൽക്കുവാൻ തന്ന യേശപ്പച്ചനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി കരയറ്റുന്നു. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ, ഏഴംകുളം, തൊടുവക്കാട് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവത്തിൽ നിന്ന് ഞങ്ങൾ വരുന്നു. ഇതിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങൾക്ക് 16/6/2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് മറിയാമ്മ രാജു. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് മത്തായി രാജു. മകൻ്റെ പേര് മെബിൻ മത്തായി രാജു. അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് എൻ്റെ ജീവിത പങ്കാളിയുടെയിലേക്ക് കൈമാറുന്നു. സ്ത്രീയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, എനിക്ക് 5 വർഷം കൊണ്ട് ബാക്ക് പെയിൻ ആയിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് നേരം ഒരു ജോലി ചെയ്യാനോ നടക്കാനോ വലിയ ബുദ്ധിമുട്ടായിരുന്ന സമയത്താണ് ഉടമ്പടി എടുത്ത്, എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തു, മോനും ഉടമ്പടി എടുത്തായിരുന്നു. എനിക്ക് ഉടമ്പടി തൈലം പൂശുകയും ഈ
ഉടമ്പടി ഉപ്പും തേനും ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം വളരെ കുറവുണ്ട്. ഒരു 85% ഇപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ കുറവുണ്ട്. അതിന് മാതാവിനും ദൈവകുമാരനും നന്ദി പറയുന്നു. അതുപോലെ 18 വർഷമായി എൻ്റെ സഹോദരൻ എന്നോട് പിണങ്ങി കഴിയുമായിരുന്നു. പല പ്രാവശ്യവും ഞാൻ രമ്യതയിലാകാൻ പോയിട്ടൊന്നും അദ്ദേഹം സമ്മതിച്ചില്ല. പിന്നെ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് വന്ന് ക്ഷമയൊക്കെ ചോദിച്ചു. ഇപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും കഴിയുകയാണ്. ഇതുകൂടാതെ ഞങ്ങൾക്ക് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭവനത്തിൽ നിന്ന് അമ്മയോട് പറഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് സാധിക്കാതെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് മോൻ്റെ കാര്യം മോൻ പറയും. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മെബിൻ. ഞാൻ 2023 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഡിസംബർ 26-ാം തീയതി 2023 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാൻ UK പോവുകയായിരുന്നു. സോ അവിടുത്തെ ഉണ്ടായ സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ UK വന്നതിൻ്റെ 2-ാം മാസം എനിക്ക് ഇമെയിലൊരു സന്ദേശം വന്നു. അതായത് നിൻ്റെ അക്കൗണ്ടെല്ലാം ഹാക്കായി. അപ്പോൾ അവരൊരു വലിയ തുകയാണ് ആവശ്യപ്പെട്ടത്. എനിക്കത് വിഷമവും എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഉടനടി ഞാൻ വീട്ടിൽ വിളിച്ച് പറയുകയും അമ്മയും ഉപ്പയും പറയുകയും ചെയ്യുക, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, പരിശുദ്ധ അമ്മയും കൃപാസന മാതാവും നിന്നോട് കൂടെയുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക. അവർ പിറ്റേ ദിവസം രാവിലെ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ച് കാശുരൂപം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇതുവരെയായിട്ടും അവിടെ നിന്ന്, അതായത് ഹാക്ക് ചെയ്ത ആൾ പിന്നെ മെസ്സേജ് അയച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ അക്കൗണ്ട് റിക്കവർ ആവുകയും ചെയ്തു. രണ്ടാമത്തേന്ന് വെച്ചാൽ എനിക്ക് UK ബസിലിക്ക പള്ളി, വാൾസിംഗ്ഹാം ബസിലിക്ക പള്ളിയിൽ കത്തോലിക്ക പള്ളിയുടെ അഭിമുഖത്തിലുള്ള പദയാത്രയിൽ അമ്മയോടും ഈ തിരുക്കുമാരൻ്റെ കൂടെയുള്ള പേടകം വഹിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന് നന്ദി പറയുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് നല്ലൊരു പാർട്ട് ടൈം ജോബ്, അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഹൈജീൻ ഓപ്പറേറ്റീവായിട്ട് എനിക്ക് നല്ലൊരു പാർട്ട് ടൈം ജോബ് കിട്ടുകയും ചെയ്തു. അത് അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. മൂന്നാമതായിട്ട് ഞാൻ UK പഠിക്കാനാണ് പോയത്. എൻ്റെ ഒരു സെമ്മിൽ ഒരു മൊഡ്യൂൾ ഫെയിൽ ആവുകയുണ്ടായി. ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാനത് പ്രാർത്ഥിക്കുകയും പിന്നെ മുട്ടിപ്പയന്ന് പ്രാർത്ഥിക്കുകയും പപ്പയും അമ്മയും ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയുകയും അച്ഛൻ വീണ്ടും ഒരു കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ റീടെസ്റ്റ് നടക്കുകയും അതിൽ ഞാൻ ഉപ്പും തൈലവും എല്ലാം എക്സാം ഹാളിൽ കൊണ്ടുപോവുകയും കാശുരൂപം കൊണ്ടുപോവുകയും അവിടെ ആ ഡെസ്കിൻ്റെ കാര്യങ്ങളെല്ലാം വിടറി അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ആദ്യത്തെക്കാട്ടിലും രണ്ടാമത്തെ എക്സാമിന് നല്ല മാർക്കോട് കൂടി ജയിക്കാൻ സാധിച്ചു. ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കുവാനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ തന്നു. അതുപോലെ തന്നെ അതിൻ്റെ കോൺവൊക്കേഷൻ എന്ന് പറയുന്നത് മാതാവിൻ്റെ ജന്മപ്പെരുന്നാളായ സെപ്റ്റംബർ 8-ാം തീയതി തന്നെയായിരുന്നു. അത് അമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നാലാമത്തെയാണ് സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞിട്ട് നമ്മൾ PSWക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ അപ്ലൈ ചെയ്തു. ചിലവർക്കാണെങ്കിൽ ആ ദിവസം തന്നെ കിട്ടി, ചിലർക്ക് 5-ാം ദിവസം തന്നെ കിട്ടി, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടി. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ഒരു മാസമായിട്ടും അവിടെ നിന്നൊരു മെയിലോ ഒരു കാര്യങ്ങളും എനിക്കൊരു അപ്ഡേറ്റും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ പിറ്റേ മാസമായിരുന്നു മെയ് മാസം, വണക്കമാസം. അപ്പോൾ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മെയ് 10-ന് തന്നെ 10-ാം തീയതിയിലുള്ള നിയമത്തിൽ എൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുകയും കറക്റ്റ് മെയ് 10 രാവിലെ ഒരു 5:45 ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പം എനിക്ക് PSW ഗ്രാൻഡ് ആകുകയും 2 വർഷത്തേനുള്ള വിസ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ അന്ന് ഉച്ച തന്നെ ആയപ്പോഴത്തേക്കും എനിക്കൊരു വേറൊരു സ്ഥലത്ത് നല്ലൊരു ഫുൾ ടൈം ജോബ് കെയറായിട്ട് കിട്ടുകയും ചെയ്തു. മാതാവിനോട് തിരുക്കുമാരനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ അടുത്ത ജനുവരിക്ക് വേണ്ടിയിട്ട് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് 4 ആഴ്ചകളായിട്ട് ഇതുവരെയായിട്ടും അതിൻ്റേതായ റിപ്ലൈയും കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഈ ഒക്ടോബർ മാസമായപ്പം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അഖണ്ഡ ജമാല റാലിയിൽ പങ്കെടുക്കുക എന്നതുള്ളത്. ആ സമയത്ത് ഞാനാണെങ്കിൽ മാനേജറിനടുത്ത് പറഞ്ഞു, എനിക്ക് ഇത്രാം തീയതി ഈ 10-ാം തീയതിക്ക് എനിക്ക് ഒരു മാസത്തിന് ലീവ് തരാൻ പറ്റുമോ? അങ്ങനെ ആർക്കും കൊടുക്കാത്തതാണ്. ജനുവരി ആകുമ്പോഴത്തേക്കും 4 മലയാളികളും ഒരേ സമയത്ത് ലീവ് എടുത്തതാണ്. എന്നിട്ട് നിനക്ക് നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ 2-ാമത്തെ ദിവസം എനിക്കൊരു മെയിൽ വന്നു, അതായത് നിനക്ക് ലീവ് സാങ്ഷൻ ആയിട്ടുണ്ട്, നിനക്ക് നാട്ടിൽ പോകാമെന്നുള്ളത്. അപ്പോൾ എനിക്കത് വലിയൊരു ഭാഗ്യമായിട്ട് ഈ സാക്ഷ്യം പറയാനും ജമാല റാലിയിൽ പങ്കെടുക്കാനും ഒരുപാട് വലിയ ഭാഗ്യം തന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ തിരുക്കുമാരോടും ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്
ഓരോ മാസവും അനാഥാലയം സന്ദർശിക്കും. പിന്നെ ഓട്ടിസമുള്ള ഒരു 10-25 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കും. അതുപോലെ അമ്മയുടെ കയ്യാകുന്ന പത്രം വാങ്ങിച്ച് ഒരു ആശുപത്രിയിൽ പോയി രോഗികളെ കാണുകയും അവരോട് കുറേ സമയം എൻ്റെ അനുഭവം പറഞ്ഞു കൊടുത്ത് അവരെ പ്രാർത്ഥിക്കും, തൈലം തൊട്ട് പ്രാർത്ഥിക്കും, ഉപ്പ് കൊടുക്കും. ഞാൻ നേർച്ച വസ്തുക്കളും കാശ് രൂപമായിട്ടാണ് പോകുന്നത്. പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ കാണും. ഞാൻ എപ്പോൾ ചെന്നാലും ആരെയും കുറേ പഠിച്ച കുട്ടികൾ കാണും, അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ ഈ പത്രം കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വീട്ടിൽ വന്ന് എനിക്ക് പ്രയർ റൂമുണ്ട്, അമ്മയുടെ രൂപം ഞാൻ വെച്ചിട്ടുണ്ട്, പ്രയർ പ്രത്യേകമായിട്ട് അമ്മയുടെ പ്രാർത്ഥനാമുറിയുണ്ട്, അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഓരോ പത്രത്തിലും വിശ്വാസപ്രമാണം ചൊല്ലി ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്താവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപ്പും തൈലവും തേച്ച് കുരിശ് വരച്ച് അതിനകത്ത് ഓരോ പത്രത്തിലും പ്രത്യക്ഷ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഓരോ പത്രത്തിനകത്ത് വെച്ചാണ് കൊടുക്കുന്നത്. ഞാൻ പറയും, അമ്മേ ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്താവുള്ളൂ, ഒരു പത്രം പോലും തിരിച്ചുകൊണ്ട് അമ്മേ അനുവദിക്കല്ലേ, അമ്മ കൂടെ വരും. അതുപോലെ അഖണ്ഡ ജപമാലയിലെ എൻ്റെ ഭവനത്ത് അഖണ്ഡ ജപമാല നടത്തുന്നു, 12 പേരാണ് നടുഫൂടും. ഈ മക്കളെ അമ്മയെ കാണിച്ചു തന്നത്. ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുമ്പോൾ പ്രയാസമായിട്ട് നിൽക്കും, അവർക്ക് ചേച്ചി എനിക്ക് മേളിലോട്ട് പിന്നെ വാർഡിൽ പോകാൻ അറിയത്തില്ല, അപ്പം ഞാൻ നിൽക്കും, ഞാൻ കൊണ്ടുപോകാം, ഞാൻ പൈസ കൊടുക്കും, ടിക്കറ്റ് കൊടുക്കും, അവരെ കൊണ്ടുപോയിട്ട് ഈ മക്കളെ എല്ലാം കാണിച്ചത് എനിക്ക് ഈ അമ്മയാണ്. എൻ്റെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുന്നത് ഒരു വചനം എപ്പോഴും എൻ്റെ വരും. യെശയ്യാ 54:8 വചനമാണ്, 54:5. നിനക്ക് അജ്ഞാതമായ ജനങ്ങളെ നീ വിളിച്ചുകൂട്ടും, നിനക്ക് അജ്ഞാതമായ ജനങ്ങളെ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനത്തിൻ്റെ അടുക്കലോടും, അതിനാൽ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ പക്ഷേ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ആ വചനമാണ് എൻ്റെ എപ്പോഴും. വീണ്ടും ഒരു വചനം പറയും, ജെറമ്യ 15:20. ഈ ജനത്തിന് മുൻപിൽ നിന്നെ ഒരു പിത്തളക്കോട്ടയായിട്ട് ഞാൻ ഉയർത്തും, അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ അവർ വിജയിക്കുകയില്ല, എന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോടുണ്ട് കർത്താവ് വിളിച്ചു. വീണ്ടും ഒരു വചനം കൂടെ, സങ്കീർത്തനങ്ങൾ 89:34 തിരുവചനം, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. വീണ്ടും അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുമ്പോൾ നീലത്തിരിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട രൂപം പല പ്രാവശ്യം വരും. എൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കാണിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നിന്ന യേശുപ്പച്ചനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എത്ര നന്ദി പറഞ്ഞാണ് ഞാൻ വന്നത്. 2021 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നത്തിൽ കൂടെ ഒരു വലിയ കാണുകയാണ്. ഒരു വലിയ ആശുപത്രിയുടെ കൗണ്ടറിൽ ഞാൻ ഇരിക്കുകയാണ്. അവിടെ മൂന്നാമതായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അകത്തിരുന്ന ആ സിസ്റ്റർ എന്നോട് രണ്ടാമത്തെ ആളിനെ നോക്കിയിട്ട് മൂന്നാമത്തെ ആളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക, ഇയാൾക്ക് ബ്രെയിനിന് ക്യാൻസർ ആകുന്നൊരു രോഗം ഉണ്ടായിരുന്നു, സുഖപ്പെടുത്തിയിട്ട് പറയാമെന്ന് വെച്ചാൽ പറയാതിരുന്നേ, മാറ്റിയിട്ട് പറഞ്ഞില്ല, ഇയാൾക്ക് ഭയങ്കര പേടിയുള്ള ആളല്ലേ, എല്ലാത്തിനും പേടിയല്ലേ, മാറ്റിയില്ലെങ്കിൽ സുഖപ്പെടുത്താതെ പറഞ്ഞെങ്കിൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ആക്കുവായി കൊണ്ട് മാത്രമാണ് ഇത്രയും താമസിച്ച് പറയാൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞേനേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഒന്നും അറിഞ്ഞില്ലല്ലോ, ഒന്നും പ്രാർത്ഥിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചോടെ എന്നോട് പറയുക, ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന തന്നെ കൂടുതലായിരുന്നല്ലോ, ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ, ഇത് വേറെ ലെവലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. കാരണം ഞാൻ ആ ഓഗസ്റ്റ് 1 തൊട്ട് 15 വരെ നല്ല ഉപവാസത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചില്ല. അത് തന്നെയല്ല, ഒരു അരയ്ക്കാൻ പോലും ഒരു മിക്സിക്കകത്ത് ഇടാതെ അരകല്ലെ അരച്ചു. 15 ദിവസമല്ലേ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ത്യാഗം എടുത്തു. അതുപോലെ ഒരു നേരം മാത്രം ഇച്ചിരി കഞ്ഞി കുടിച്ച് ബാക്കി മുഴുവൻ നേരവും പ്രാർത്ഥന തന്നെ. കാരണം ആദ്യമൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എൻ്റെ പിള്ളേർ 2 പേരും, ഒരാൾ ബാംഗ്ലൂരും ഒരാൾ കോതമംഗലത്തും, അപ്പോൾ 2 പേർക്കും ഈ കോവിഡ് കാലം ആയതുകൊണ്ട് അസുഖമൊന്നും വരല്ലേ എന്നുള്ള ആ ഒറ്റ പ്രാർത്ഥനയിലാണ് ഞാൻ ആ ഉപവാസം അത്രയും കഠിനമായിട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചതും ഓരോ ദിവസവും അതിൻ്റെ ശക്തി കൂട്ടിയതുമൊക്കെ. പക്ഷേ 2 ദിവസമൊക്കെ ആയപ്പോഴത്തേനും അവരുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് 2 ദിവസം മുമ്പ് തൊട്ട് ഒരു ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു, നെറ്റിക്ക് ഒരു ഭയങ്കര വേദന വന്നു. ഒരിക്കലും തലവേദന ഇല്ലാത്ത ആളായതുകൊണ്ട് ഞാൻ ഈ തലവേദന വന്നപ്പോൾ ഒരു വേറൊരു ലെവൽ തലവേദനയായിരുന്നു. ഭിത്തിയിലങ്ങ് മുട്ടിച്ച് വെച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മാറുന്നില്ല. അതുപോലെ 2 മിനിറ്റ് നേരെ ഉള്ളൂ. പക്ഷേ അത് കഴിയുമ്പോൾ കുറച്ച് ക്ഷീണമോ ഒരു വല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് അങ്ങനെ 2 പ്രാവശ്യം വന്നു. പിന്നെ കാലിന് ഭയങ്കരമായിട്ടൊരു കോച്ച് പോലെ അതും കുറച്ചുണ്ടായിരുന്നു. അത് കുറച്ച് കൂടിപ്പോയി അത് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്, ഇനി എന്നേലും വരാനാണോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ പെങ്കൊച്ചിൻ്റെ
അമ്മ ഒരു സ്റ്റാറ്റസ് ഇട്ട് കണ്ടത്, ഒരു 18 വയസ്സുള്ള പയ്യൻ മരിച്ചതിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കൊച്ചിന് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് പറയുക, എൻ്റെ സിജിയമ്മേ, അവന് ബ്രെയിനിന് ക്യാൻസർ ആയിരുന്നു, അറിഞ്ഞില്ല, ലാസ്റ്റ് സ്റ്റേജിൽ അറിഞ്ഞ് 1 മാസമായതേ ഉള്ളൂ അറിഞ്ഞിട്ട്. കാരണം ഇവന് ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല മിടുക്കനാണ്, എല്ലാ കാര്യത്തിലും ഓടി പാഞ്ഞ് നടക്കുന്ന ആളാണ്. അപ്പോഴത്തേനും അവന് എന്നാ ചോദിച്ചെന്ന് ചോദിച്ചാൽ തലവേദന വന്നപ്പോൾ അവന് ഭിത്തിയെ മുട്ടിച്ച് വെച്ചു. അപ്പോൾ ആ മുട്ടിച്ച് വെച്ചപ്പം വേദന കുറയാഞ്ഞിട്ട് അവന് കാല് വാഷ് ബേസിലോട്ട് മുട്ടി അമർത്തി പിടിച്ചപ്പം അത് അടന്ന് വീണ് കാലൊടിഞ്ഞു. അപ്പം അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനാണ് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ തലവേദന ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കും ഇത് ഉണ്ടായല്ലോ എന്ന് ഓർത്ത്, ഇവർ അങ്ങനെ ഒരു സാഹചര്യം കേട്ടു. അപ്പോൾ ഇതെനിക്ക് ഉണ്ടായല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു പേടി വന്നു. അതിൻ്റെ കൂടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ കൊച്ചു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അവധിക്ക്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചി, ചേട്ടൻ്റെ ചേച്ചിക്ക് ബ്രെയിനിന് ട്യൂമറായിരുന്നു. അപ്പോൾ കാലിന് ചെറുതായിട്ട് കോച്ച് പിടിക്കാൻ തുടങ്ങിയപ്പോഴേ അവർ ഈ കുഴപ്പമൊന്നും തേച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ന്യൂറോയെ കണ്ടപ്പോഴത്തേനും ആ ഡോക്ടർ പറഞ്ഞു ബ്രെയിൻ ട്യൂമറാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശ്രീജിതരായി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇവൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുമായിരുന്നു, അമ്മച്ചി ഇത് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഒരു സിഗ്നൽ ഇല്ലാത്ത സാധനമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കോച്ച് ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറയുക, അമ്മച്ചി അതൊന്നും സാരമില്ല, അത് തണുപ്പിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യം മാത്രം പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും വന്നാൽ മാറ്റിയിട്ട് എന്നോട് പറയാവുള്ളൂ, എനിക്ക് അപ്പടി പേടിയാണ്, എനിക്ക് സൂചി കാണും പേടിയാണ്, 2 വാക്സിൻ എടുത്ത കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, സൂചി എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എനിക്ക് ഒരു ആശുപത്രി കയറാനും പേടിയായതുകൊണ്ട് ഞാൻ അത് തന്നെ പറഞ്ഞ് നോയമ്പ് ഉപവാസവും അതിൻ്റെ കൂട്ടത്തിൽ അഖണ്ഡ ജപമാല ചെല്ലുമ്പോൾ ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എന്നെയല്ലോ കൊണ്ടേ മാറ്റിയിട്ടേ പറയാവുള്ളതെന്ന്. അപ്പം 15 ദിവസത്തിനിടയ്ക്ക് ഞാൻ 2 വചനം ഈശോയോട് ചോദിച്ചു. ആദ്യം ഒരെണ്ണം ചോദിച്ചപ്പം തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല എന്ന് പറഞ്ഞ് അത് കണ്ടു. അത് പെട്ടെന്ന് ഞാൻ എഴുതി തീർത്തു. അതിനും ഒരു 7 ദിവസം ആയതേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തുന്ന ഒരെണ്ണം കൂടി ചോദിക്കാമെന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ പെട്ടെന്ന് കിട്ടിയതാണ്, അവൻ നിൻ്റെ വഴി ഒരുക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് അതുകൂടെ എഴുതി. അപ്പം ഇതും ഉണ്ട്. പിന്നെ അഖണ്ഡ ജപമാല 16 ദിവസം ചൊല്ലി 16,000 നന്മ പറഞ്ഞവരെയും ചൊല്ലി. ഇതെല്ലാം കാഴ്ചവെച്ച് ഇതിന് വേണ്ടിയാണ് എനിക്ക് എന്നേലും ഉണ്ടേ മാറ്റിയിട്ട് പറയണേ, അത് മാത്രമേ എൻ്റെ പ്രാർത്ഥന. അത് കഴിഞ്ഞ് തലേ ദിവസം എല്ലാം തീർത്ത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിറ്റേ ദിവസം മാതാവിനെ കാണണമെന്ന് ഓർത്ത് നന്നായിട്ട് ഒരുങ്ങി എല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ച് പിറ്റേ ദിവസം ഇങ്ങനെ മാതാവിന് വേണ്ടി മാത്രം പ്രതീക്ഷിച്ച് ഓഗസ്റ്റ് 15-ന് ഇരിക്കുക. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ 15 നോയമ്പ് ഭയങ്കരമായിട്ട് കർശനമായിട്ട് എടുക്കുകയും നല്ല ത്യാഗത്തോടെ എടുക്കുകയും ഉപവാസം എടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ കാലിന് കോച്ച് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഉടമ്പടി തൈലം തേച്ചായിരുന്നു. എന്നതാണെങ്കിലും മാറ്റി തരണേ, അത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. നെറ്റിയിലും തേക്കും. വേദന വന്നതുകൊണ്ടും പിന്നെ ഒരു പേടി കൊണ്ടും നെറ്റിയാലും ഉടമ്പടി തൈലം എപ്പോഴും തേച്ചേച്ച് വിശ്വാസപ്രമാണം ചെല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ചെയ്യും. അത് ഈ കൊന്ത ചെല്ലുന്നതിനിടയ്ക്കും ഓരോ രഹസ്യം തീർന്നിട്ട് ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അതിനിടയ്ക്ക് വീന്ന് യോഗം തന്നെ പറച്ചിലാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പം ഓഗസ്റ്റ് 15-ന് പള്ളി രാവിലെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ പോകുമെന്ന് പറഞ്ഞു. രാവിലെ എത്രയും പെട്ടെന്ന് പോകണമെന്നുള്ളതാണ്, പള്ളി പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ വിളിച്ചില്ലേ ഞാൻ ഏക്കില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞു തന്നെ ഏറ്റാ പോകോളാൻ പറഞ്ഞു. ഞാൻ തന്നെ ഏറ്റിലും തന്നെ 6 മണിയായപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. 5:30 പ്രാർത്ഥന അന്ന് ആദ്യമായിട്ട് മുടങ്ങി കണ്ടത്. ഞാനൊരു ആശുപത്രിയുടെ വലിയ കൗണ്ടറിൽ നിൽക്കുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നത് എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ, ആശുപത്രിയിൽ പിന്നെ എന്നോട് ബ്രെയിനിന് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചത്, ഈ വലിയ ഉപവാസവും നോയമ്പും ആയിരുന്നല്ലോ, ഇതുകൊണ്ട് ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നേരം. അത് കഴിഞ്ഞിട്ട് ഞാൻ സൂചി കണ്ടാൽ പേടിയാണ്. ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്നാലും ഞാൻ പ്രാർത്ഥിക്കുക, എന്നേലും ഇച്ചിരി മിച്ചം ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പം എന്നോട് ചോദിക്കുക, സൂചി കണ്ടാൽ പേടിയുള്ള ആളുടെ എവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, വേഗം വീട്ടിൽ പോകുമോ, ടെസ്റ്റ് ഒന്നും ചെയ്യണ്ട, എല്ലാം മാറ്റി സുഖപ്പെടുത്തി സൗഖ്യമാക്കി എന്ന് എന്നോട് 6 പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നോക്കി നിന്നപ്പം മേശയിലൊക്കെ പിടിച്ചതിന് എനിക്ക് പെട്ടെന്ന് സാനിറ്റൈസർ തന്നു. കോവിഡ് കാലമല്ലേ, അതുകൊണ്ട് ഒരിടത്തും പിടിച്ചേക്കല്ല, വേഗം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അത് എന്നിട്ടും പിന്നെയും വിഷമിച്ചും വെപ്രാളപ്പെട്ട് അവിടെ നിൽക്കുക. അന്നേരം 2-3 പേരുടെ ചീട്ടും കൂടെ എഴുതിയിട്ട് എൻ്റെ അടുത്ത് വന്നു. അന്നേച്ച് പെട്ടെന്ന് എന്നോട് പറയുക, ഇതുവരെ പോയില്ലെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ഒരു തടയും കൂടെ ഇറങ്ങി. എന്നിട്ട് എന്നോട് ഒത്തിരി സമാധാനമായിട്ട് പറഞ്ഞു, ഇനി ഒരിടത്തും പോകണ്ട, ഒരു ആശുപത്രിയിലും പോകണ്ട, ഒരിടത്തും കയറിയേക്കല്ല, വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞ് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ആരോഗ്യം
വീണ്ടെടുക്കുക, അത്രയേ ഉള്ളെന്ന് പറഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് മാത്രം പേടിക്കേണ്ട, ഇതൊന്നുമില്ല, ഇത് പൂർണ്ണമായിട്ടും പോയെന്ന് പറഞ്ഞു. അന്നേരത്തേന് ഞാൻ ഉറക്കത്തിൽ നിന്ന് സ്വപ്നമൊക്കെ ഉറക്കം തെളിഞ്ഞു, സ്വപ്നമൊക്കെ തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ ആരോടും പറയാതെ ഓടിച്ചെന്ന് ഈശോയോട് പറഞ്ഞു, ഞാൻ ഈ കണ്ടതുപോലെയാണ്, എനിക്ക് പേടിയില്ല, അല്ലാതെ ഒന്നും വരല്ലേ, എനിക്ക് അപ്പടി പേടിയാന്ന് ഈശോയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി ഈശോയോടും മാതാവിനോടും പറഞ്ഞേച്ച് രാവിലെ തന്നെ പോകാനൊന്നും ഒരു ആരോഗ്യമില്ല, അന്നേരം ഈ പേടിയുണ്ടാവും. അപ്പോൾ ഞാൻ ഡോണിയും കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോയി ചർപ്പണഗിരി കയറി മാതാവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഞാൻ കണ്ട പോലെ വരാവുള്ളേ, അല്ലേ എനിക്ക് പേടിയായിട്ടോ, വേറൊന്നുകൊണ്ടും അല്ലേ എനിക്ക് എപ്പോഴും പേടിയാണ്, ഇത് തന്നെയാണ് എൻ്റെ പറച്ചിൽ. അത് കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കണ്ട് കുർബാനയും കൂടി തിരിച്ച് വന്നപ്പോഴും വലിയ മിണ്ടാട്ടമൊന്നുമില്ല, ഈ സ്വപ്നം കണ്ടതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുക. എൻ്റെ ഭക്ഷണം കഴിച്ച് ഒരു ശകലം കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിൽ എടുക്കില്ലാത്ത കൂടി ക്ഷീണമാണ്. എന്നിട്ട് ഞാൻ ഓർക്കുമായിരുന്നു എന്നെ ഇങ്ങനെ പറ്റിയെന്നൊക്കെ ഓർത്തൊരു വിഷമിച്ചൊക്കെ നടന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, അടുത്ത് കിട്ടിയ ചേച്ചിയും ചോദിച്ചു, എന്നാ ചേച്ചി ഇന്ന് അപ്പടി ക്ഷീണമെന്ന്. ഞാൻ പറഞ്ഞു, ഒത്തിരി ദിവസം കൂടി ഭക്ഷണം കഴിച്ചതിൻ്റെ ആയിരിക്കുമെന്ന് പറഞ്ഞ്, നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു ക്ഷീണതാണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോഴത്തേനും 2-3 പ്രാവശ്യം തുമ്മി. പിന്നെ ഒരു 3 തോർത്ത് നിറച്ച് ലിക്വിഡായിട്ട് സാനിറ്റൈസർ പോലെ കുറുകിയ എന്തോ സാധനം വന്ന് ഇപ്പോൾ 3 തോർത്ത് നിറഞ്ഞ. പിന്നെ 3-മത്തേത് എടുത്തപ്പം പുള്ളിക്കാരൻ 2 തോർത്ത് കഴുകിയിടാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്നെ ഈ കുഴമ്പ് കൊല്ലിക്കുന്ന സാധനം, ഇത് കഫമൊന്നും അല്ലല്ലോ, ഇതെന്നാ സാധനമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എൻ്റെ സ്വപ്നമോ എൻ്റെ ഓർമ്മയോ ഒന്നുമില്ല, എൻ്റെ മനസ്സിലൊന്നുമില്ല. കാരണം ഈ വന്നു പോകുന്നത് തൂത്ത് കളയുന്നു, തുപ്പി കളയുന്നു, കാണിക്കാൻ വരുന്നു, തല കറങ്ങുന്നു, ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ആരോടും പരാതി പറയാതെ ഇതെല്ലാം സഹിച്ച് ഇരിക്കുക. അത് കഴിഞ്ഞ് 3-മത്തേതും കൂടെ തീരാറായപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ മുറ്റത്തിറങ്ങി ഒരു നൈറ്റി എടുത്തിട്ട്, അതിന് മയമൊക്കെ ഉണ്ടല്ലോ, പഴയ നൈറ്റി എടുത്തിട്ട് തൂക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിക്കുക, ഇച്ചിരി തൂളുന്നുമുണ്ട്. അപ്പം 2 പ്രാവശ്യം പിന്നെയും വല്ലാതെ ഇങ്ങോട്ട് വരിക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത് കൂട്ട് പണിയാണോ അതായിരുന്നു, ഞാൻ എന്തേലും പ്രാർത്ഥിച്ചതായിരുന്നു, ഇനി ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുമൊന്നുമില്ല, ഈ പ്രാർത്ഥിച്ചാൽ എനിക്ക് പേര് നിൽക്കാൻ പോലും പറ്റുമല്ലോ, ഇത് എന്നാ വലിയ രോഗമാണ് തന്നെ, ഞാൻ മടുത്തല്ലോ, ഇത് എന്നതായിരുന്നു ഈ തലയ്ക്കകത്ത് ഇത്ര ഇരുന്ന് പൊട്ടിപ്പോകാൻ, ഇതിന് മാത്രം സാധനം എന്നാ ഇരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചു ഈ പരാതി പറഞ്ഞ്, ഈശോയോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്, ഞാൻ ഈശോയും മാതാവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത് കൂട്ടാണോ കാണിച്ചു തരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചേ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പെരയ്ക്കകത്ത് കയറി കിടക്കുക. അന്നേരം എനിക്ക് പറ്റിയല്ലാത്തത് കൊണ്ട് ഒന്നും മിണ്ടാട്ടമൊന്നുമില്ല. ഒരു ചെറിയ കെട്ടിലേ കിടന്നു ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, വയ്യല്ലോ എന്നുള്ളത്, എന്നെ പറ്റി ഇങ്ങനെ ആയി പോയെന്നൊക്കെ എൻ്റെ മനസ്സിൽ. അല്ലാതെ ഇത് സ്വപ്നത്തെക്കുറിച്ചൊന്നും ആ മനസ്സിൽ അന്നേരം ഒന്നുമില്ല. അന്നേരം എല്ലാം ഈ തലച്ചോറിനകത്ത് നടക്കുന്നതുകൊണ്ടായിരിക്കും ഒരു ഓർമ്മയില്ല അങ്ങനെയുള്ള കാര്യം. അത് കഴിഞ്ഞ് ഒരു 12 ആയപ്പോഴത്തേന് എനിക്ക് പെടലി പോലും തിരിക്കത്തില്ല, തൊട്ട് പോലും നോക്കാൻ പറ്റിയല്ല തല, അതുപോലെ വേദന. അത് കഴിഞ്ഞ് ഒരു 3 മണി ആയപ്പോഴത്തേന് ഈ ലീക്ക് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പഴയ ഓർമ്മ വന്നപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അപ്പോൾ ഡോണി ഉണ്ട്, അവൻ ഡെൻ്റലിന് പഠിക്കുന്ന, അപ്പം ഡോണിയും ഈ ചാച്ചനും ഉണ്ട്. അപ്പോഴത്തേനും ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞത് മാറ്റിയെന്നാണ് പറഞ്ഞത്, ബ്രെയിനിന് ക്യാൻസർ ആകുന്നൊരു രോഗം ഉണ്ടായിരുന്നു, സുഖപ്പെടുത്തിയിട്ട് പറയാമെന്ന് വെച്ചാൽ പറഞ്ഞ് മാറ്റിയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ ഇവിടെ ഒന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്, 1 വർഷത്തോളം കൂടുന്ന, കാരണം ഞങ്ങൾ കോവിഡ് കാലത്തിന് മുമ്പേ എല്ലാ മാസവും അന്ന് ചൊവ്വാഴ്ച ധ്യാനം കൂടുമായിരുന്നു. അപ്പോഴത്തേനും ഞായറാഴ്ചയൊക്കെ അങ്ങനെ ധ്യാനം കൂടുമ്പോൾ ഇത്തിരി സൗഖ്യമൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് പുള്ളിക്ക് ഈ സുഖപ്പെടുത്തിയത് കേട്ടപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞോ, നീ കേട്ടോ, മാറ്റിയെന്ന് പറഞ്ഞോ, അത് കേട്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഉറപ്പായിട്ട് പറഞ്ഞു, അത് 6 പ്രാവശ്യവും പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഇവൻ അന്നേരത്തേനും അലമ്പുണ്ടാക്കാൻ തുടങ്ങി കൊച്ച്. അവൻ പറയുന്ന, അവൻ ഈ ലോജിക്കായിട്ടല്ലേ പറയുന്നത്. അപ്പോൾ അവൻ പറയുക, അമ്മച്ചി ഇനി സ്വപ്നവും കണ്ടു തുടങ്ങി, സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ, ഞാൻ ഈശോയും മാതാവിനും സ്വപ്നം കാണുന്നൊക്കെ ഇവരോട് പറയുന്ന, അതുകൊണ്ട് ഇവർ ഈ സ്വപ്നം കാണുമെന്ന് പറയുമ്പം തൊട്ടേ അമ്മച്ചിക്ക് ശകലം കുഴപ്പമുണ്ടെന്നൊക്കെ പറയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ സ്വപ്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഇവരാടെ ആരും പറഞ്ഞില്ല. ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അവൻ പറഞ്ഞു, ആ സ്വപ്നം ഉണ്ടോ, എന്നാൽ പിന്നെ ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞേ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞേടാ, നീ അങ്ങനെ പറയണ്ട, ഇങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞാൽ മാറ്റിയതാണ്, ഇപ്പോൾ ഇത്ര ക്ഷീണമൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് ഇനി എന്നതാണേലും സാരമില്ല, ഇനി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിലും പോയില്ല. ആശുപത്രി പോകാൻ ഇവൻ വെള്ളം വെച്ചിട്ട് ഞാൻ ഒരിടത്തും പോരുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ചൂടുവെള്ളം ഉണ്ടാക്കി തന്ന് ഞാനൊന്ന് കുളിച്ച് ദേഹം മാത്രം കഴുകി തലേ തൊട്ട് പോലുമില്ല. എന്നിട്ട് ഞാൻ ഒരു പാരസെറ്റാമോളും കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ വരെ കിടന്നുറങ്ങി, പ്രാർത്ഥനയൊക്കെ കിടന്നുകൊണ്ട് ചെല്ലി, പക്ഷേ ഏറ്റൊന്നുമില്ല, പറ്റിയല്ല, അത്രയും ക്ഷീണമാണ്. അത് കഴിഞ്ഞ് രാവിലെ ഇവർക്ക് പോകണമായതുകൊണ്ട് ഇവർ പോയി. അന്നിപ്പോൾ പെട്ടെന്ന് വന്നേക്കാമെന്നും പറഞ്ഞ് ഫ്രണ്ടിലെ കഥ അടച്ച് ബാക്കിലെ കഥകിന് കുറ്റിയിടാതെ അടുത്ത വീട്ടിലെ ആൾക്കാരോട് പറഞ്ഞിട്ട് പോകാം, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഓർത്ത് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പറമ്പിലോട്ട് പോവുകയും ചെയ്തു. അയാൾ ക്ലിനിക്കിലോട്ടും പോയി. അത് കഴിഞ്ഞ്
ഒരു 11 മണി വരെ ഞാൻ കിടന്ന് ഉറങ്ങും. ഇടയ്ക്ക് ഒന്ന് ചായ കുടിച്ചതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഉറക്കമൊന്നും വരുന്നില്ല. അപ്പടി ക്ഷീണവും സങ്കടവും മാത്രമേ ഉള്ളൂ. തലേദിവസം നല്ലപോലെ ഉറങ്ങിയതില്ല. അപ്പോൾ അന്നേരം ഒരു തണുപ്പ് പെട്ടെന്ന് ഒരു 11 മണിയായി. ഇപ്പോൾ തണുപ്പ് ഇങ്ങോട്ട് കയറി വരുന്ന പോലെ തോന്നി. പെട്ടെന്നൊരു വേറൊരു ഫീൽ വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്നെ ഒരു മാറ്റം എന്ന് ഒന്നും കാണുന്നില്ല. പക്ഷേ എന്നോട് ചോദിക്കുവാണ്, ഇന്നലെ വലിയ പരാതിയായിരുന്നല്ലോ, നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോയെ പറയാനില്ല. അതുപോലെ ഒരു ശാന്തമായിട്ട് എന്നോട്, ഇന്നലെ വലിയ പരാതിയായിരുന്നല്ലോ, തലയ്ക്കകത്ത് എന്നാ ഇത്ര കിടന്നേ, എന്നാ ഇത്ര പൊട്ടിപ്പോവാൻ എന്നൊക്കെ ചോദിച്ചല്ലോ, ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഉണ്ടായിരുന്നോ എന്ന് ഞാനൊരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു. കാരണം അന്നേരം എനിക്ക് ക്ലിക്കാകുന്നത്, കാരണം എനിക്കത് മനസ്സിലായില്ലായിരുന്നു. അത് പിറ്റേ ദിവസം വന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു, കാര്യവും പറഞ്ഞ് തന്നിച്ചിട്ട് ആ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം എനിക്ക് അയ്യോ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഒച്ചയിലിങ്ങനെ പെട്ടെന്ന് ഒരു ആവലാതിപ്പെട്ട് ചോദിച്ചേ. അപ്പം പറഞ്ഞു, ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് മാറ്റി, ഇനി കിടന്നാൽ മതി കേട്ടോ, റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ടിരുന്നാൽ മതി, ഒരാശുപത്രിയിലും പോകണ്ടെന്ന് എന്നോട് എത്ര തവണ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. തലേ ദിവസം ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, ഇവിടെ എങ്ങും നിൽക്കില്ല, ഇനി ഒരിടത്തും പോകല്ലെന്ന്. അതുപോലെ പിറ്റേ ദിവസം കണ്ടപ്പം പറഞ്ഞു, ഇനി ഒരിടത്തും പോകേണ്ട, കോവിഡ് കാലം, ഇറങ്ങി നടക്കരുത്, വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുത്താൽ മതി, ഈ ക്ഷീണവും ഇപ്പോഴുള്ള പ്രതിരോധ ശേഷിയൊക്കെ വന്നോളും, ഇനി റെസ്റ്റ് മാത്രം മതി, അത് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് കാലിനപ്പടി കോച്ചാന്ന് പറഞ്ഞില്ല, കാലെടുക്കാൻ പറ്റില്ലാത്ത കോച്ചായിരുന്നു. അപ്പം എന്നോട് ചോദിക്കുക, ഈ കാലിൻ്റെ കോച്ച് പോയോന്നൊന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ എടുത്തിട്ട് എൻ്റെ കാല് ഇങ്ങനെ പറിക്കത്തില്ലാത്ത ഞാൻ ഇങ്ങനെ എടുത്ത് കോച്ച് നോക്കിയിട്ടും കോച്ചുന്നില്ല. അയ്യോ അതും പോയോന്ന് ഞാൻ ഇച്ചിരി ആവലാതി വിട്ട്, ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്, എന്നാ ഒരു അവസ്ഥയാണെന്ന് പറയാൻ അറിയത്തില്ല. അതുപോലെ ചോദിക്കുക, അയ്യോ അതും പോയോന്ന്. അപ്പോൾ എന്നോട് പറയുകയാണ്, അതും പോയെന്ന് പറഞ്ഞൊരു ചിരി. അത് എന്നിട്ടും കാണുന്നില്ല, പക്ഷേ ഈ നമ്മളോട് സംസാരിക്കുന്ന മുഴുവൻ നമുക്ക് വ്യക്തമായിട്ട് നല്ല അടുത്തിരുന്ന് പറയുന്ന പോലെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതും പോയല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് അന്നേരം നന്നായിട്ട് മനസ്സിലായി, ഇത്രയും പോയ കാര്യമല്ല എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് അങ്ങ് ഓടി വന്ന് തലേദിവസം നടന്നതും മുഴുവൻ ഞാൻ ചോദിച്ചതും ഞാൻ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ പരാതി പറഞ്ഞതും എല്ലാം എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നേ. എനിക്ക് സങ്കടം കൊണ്ടൊന്നും മേല. അന്നേരം എന്നോട് തോന്നി, ഇനി സങ്കടപ്പെട്ടൊന്നും ഉണ്ടാക്കണ്ട, അവരൊക്കെ വരുമ്പോഴത്തേനും കാര്യം പറഞ്ഞാൽ മതി, സമാധാനമായിട്ടിരുന്നു എന്നും പറഞ്ഞ് ഒത്തിരി സമാധാനിപ്പിച്ചേച്ച് പോയി. അന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ പുള്ളിക്കാരൻ പറമ്പിലോട്ട് പോയതായിരുന്നു, മുറിഞ്ഞോടെ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കണ്ടു, ഇങ്ങനെ കേട്ടു, ഇങ്ങനെയെല്ലാം എന്നോട് പറഞ്ഞു, കാലിൻ്റെ കോച്ച് പോയോ എന്ന് ചോദിച്ചു, അതുപോലെ പരാതിയായിരുന്നല്ലോ എന്ന് ചോദിച്ചു. എന്നാലും പുള്ളിക്കാരനും പെട്ടെന്ന് മൊത്തം കാര്യം മനസ്സിലായേ. അന്നേരം ഞാൻ പെട്ടെന്ന് വന്നേ, കഴിഞ്ഞ് പേടിക്കൊന്നും വേണ്ടല്ലോ, ഇപ്പം സംഗതിയുടെ തെളിവും കൂടെ കിട്ടിയില്ല, ഇനി പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര സമാധാനം. പക്ഷേ എന്നാലും നമുക്കൊരു രോഗം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്തംഭനാവസ്ഥയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടി. പക്ഷേ ഇത് ഭയങ്കര വിഷമമാണ്. എൻ്റെ ഈശോ എന്നെ ഇത്രയും കാത്തല്ലോ, ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത്. എൻ്റെ സ്വപ്നം എല്ലാം തീർന്ന് ഇത് നടക്കുന്ന കാര്യമാണ് കേട്ടോ, 11 മണിക്കത്തെ. അപ്പോൾ അന്നേരം ഞാൻ പറയുന്ന, എൻ്റെ തമ്പുരാനെ എന്നെ ഇത്രയും കാത്തല്ലോ, ഒരു സൂചി പോലും വെക്കാതെ ഇത്രയും കാര്യം നടത്താൻ എൻ്റെ ഈശോയ്ക്കല്ലേ പറ്റുള്ളൂ, എന്നാലും ഇതിനൊരു കുറുക്ക് വഴി ഈശോ അല്ലാതെ ആരെങ്കിലും കാണിച്ചു തന്നോ എന്നെല്ലാം ചോദിച്ച് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓടി ചെന്ന് മാതാവിനോട് പറയും, ഏറ്റെടുക്കാൻ പറ്റുകയല്ലേ പോലും ഞാൻ പെട്ടെന്ന് ഈശോയോടും മാതാവിൻ്റെ അടുത്ത് ഓടി ചെന്ന് പറയേ, തൈലം തേക്കുകയെ. അത് കഴിഞ്ഞ് ഉടമ്പടി പത്രം എടുത്ത് ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി എന്നിട്ട് ഞാൻ ഇതിനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നേ, തലേ ദിവസം ഞാൻ ഈ കൊന്ത ചെല്ലുമ്പം പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തതാ, എനിക്ക് എന്നേലും വന്നാൽ മാറ്റുമെന്ന് എനിക്കറിയാം, എനിക്കൊന്നും എന്നാ വന്നാലും പേടിക്കണമെന്നറിയാം, പക്ഷേ എനിക്ക് ഈ സൂചി പേടിയായതുകൊണ്ട് എന്നെ നോക്കണം, നേരത്തെ എന്നോട് മാറ്റിയിട്ടേ പറയാവുള്ളൂ. ഇത് മാത്രമേ എൻ്റെ പ്രാർത്ഥനയും പറച്ചിലുണ്ടായിരുന്നു. അത് തമ്പുരാൻ നല്ലപോലെ കേട്ടു. പിന്നെ ഞാൻ ഇന്ന് വരെ ചോദിച്ചത് ഒന്നും തരാതിരുന്നിട്ടില്ല. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ സാക്ഷ്യം പറയാൻ വൈകിയാൽ എൻ്റെ ദൈവം ഇതുപോലെ പണി കിട്ടുമെന്നൊന്നും പറയാനില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ കൊച്ചിൻ്റെ ക്ലിനിക്കിന് വേണ്ടി ഞങ്ങളിവിടെ വന്ന് അച്ഛനോട് പറഞ്ഞ് മേടിച്ച് ഡേറ്റൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് നടന്നു. പക്ഷേ സാക്ഷ്യം വരാൻ പറ്റിയില്ല. എല്ലാവരും കൂടെ വരാൻ ഒരിക്കലും ഒക്കുന്നില്ല, അവർ ബാംഗ്ലൂർ ആയതുകൊണ്ട്. അടുത്തേച്ച് വരും. അപ്പോൾ ഈ ഒരു ലോണ് 4 പ്രാവശ്യം ഈ ലോണ് ആദ്യം സാങ്ഷനായിട്ട് ഡെൻകെയറിലോട്ടാണ് വരുന്നത്. ഇളയാൾക്ക് ഡെൻകെയറിലാണ് ജോലി. അപ്പോൾ അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അവർ 24 മണിക്കൂറിനകം അവിടെ വരുമെന്ന് പറഞ്ഞു. ആ 24 മണിക്കൂറിനകം പോയിട്ട് 48 മണിക്കൂറായിട്ട് അവരുടെ ആ വിട്ടിരിക്കുന്നിടത്ത് തന്നെ കിടക്കുക, ഇതിനകത്ത് കയറുന്നില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട്, നമ്മൾ സാക്ഷ്യം പറയാഞ്ഞിട്ട് തരാനറിയാവുന്ന ആൾക്ക് തടയാനറിയാവുന്ന ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എൻ്റെ ഈശോയെ പരിശുദ്ധാത്മാവിനെ കൊടുക്കണേ. ഞാനൊരു 2 മാസമായിട്ട് ഒറ്റക്കാരിയെ ചോദിക്കുന്നുള്ളൂ, ഈശോയെ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും കൊടുത്താലേ കാര്യം മുന്നോട്ട് പോവുള്ളൂ, എന്നാലേ വിവേചിച്ചറിയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായിട്ട് എന്നോട് മനസ്സിലാക്കി തന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ പറയുമ്പോൾ ആരും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് 2ാം പ്രാവശ്യം അവർ പിന്നെയും വിട്ടു. അത് 19-ാം തീയതി 20-ാം തീയതി വരേണ്ടതാണ്. ആദ്യത്തേതിന് ഏതാണ്ട് ഒരു GST പ്രശ്നം പറഞ്ഞു.
അത് തടസ്സം, അത് പിന്നെ നോർമലാന്ന് ഓർക്കാമെന്ന് അങ്ങനെ വെച്ച്. രണ്ടാമത്തെ പ്രാവശ്യം സെർവർ ബ്ലോക്ക് വന്നിട്ട് 26-ാം തീയതി ആയിട്ട് പോലും ബാങ്കിൻ്റെ ഒരു പ്രവർത്തനം പോലും നടക്കുന്നില്ല, എല്ലാവരുടെയും കൂടെ അങ്ങ് ബ്ലോക്കായി. അത് ഇവൻ കാരണമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വല്ല യേശുവോ, പിന്നെ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി വരാൻ പറ്റുന്നില്ല, ഇത് കിട്ടാതെ വരത്തില്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് 3-ാം പ്രാവശ്യം വിട്ടു, അതും ഇങ്ങനെ തടഞ്ഞു നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാലും പോയി മാതാവിൻ്റെ അടുത്ത് ഇത് കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാര്യം നടക്കുമെന്ന് പറഞ്ഞ് എനിക്ക് കൂട്ടുവരാൻ ആരുമില്ല. അപ്പം ഞാൻ പുള്ളിക്കാരന് വരാൻ പെട്ടെന്ന് നോക്കുന്നില്ല എന്നിട്ടാ. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്കൊരു കൂട്ട് മാതാവേ, എനിക്കൊരു കൂട്ട് കാണിച്ചു തരണം. ഞാൻ അയൽവക്കത്തെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് രാവിലെ വരാൻ പറ്റത്തില്ലല്ലോ, അവർക്കൊന്ന് അറേഞ്ച് ചെയ്യണ്ടേ. അതുകൊണ്ട് അവർക്ക് 2 ദിവസം കഴിയട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ലിബിന്ന് കാണിച്ചപ്പോൾ ഞാൻ ഓർത്തു ആരാ. അത് കഴിഞ്ഞ് പിന്നെ അത് പെട്ടെന്ന് അവനെ വീട്ടിൽ വിളിക്കുന്ന പേരുകൂടെ മനസ്സിലാക്കി തന്നെ. അപ്പം ഞാൻ രാവിലെ ചോദിച്ചപ്പോൾ ഇന്നലെ എന്തോ പരിപാടിയുണ്ട്, ഇന്ന് രാവിലെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ വരില്ല, ഈ മാതാവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ലിബിനെ എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ അവനെയും കൂട്ടിയേ പോകുന്നുള്ളൂ, അവനിവിടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ കൂടിക്കൊണ്ട് വന്നാൽ. പിന്നെ ചോദിച്ചതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷ്യം പറയാൻ താമസിക്കല്ലേ. ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്ന് മടുത്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷ്യത്തിന് ഭയങ്കര പവറുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് എല്ലാം കൃത്യമായിട്ടായിരിക്കണം. അതുകൊണ്ട് എനിക്കതങ്ങ് സാധിക്കാതെ വന്നത്. എല്ലാവരും കൂടെ വന്ന് അടുത്ത ആഴ്ച പറയും. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കുന്നത് തന്നെയല്ല, എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യും. അതുപോലെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് എത്തിക്കേണ്ടടുത്ത് എല്ലാവരുടെയും ഡ്രസ്സുകൾ, നമ്മുടെ വീട്ടിലെ ഡ്രസ്സ് തന്നെയല്ല, നല്ല ഒട്ടും കുഴപ്പമില്ലാതെ 1-2 ഒക്കെ ഇട്ട് വെച്ചിട്ട് ഡ്രസ്സ് നന്നായിട്ട് എന്ന് വെച്ചാൽ ഇപ്പം പിള്ളേരൊക്കെ അധികം ദൂരോട്ടൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ഡ്രസ്സ് തന്നെ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. വർഷങ്ങൾ ആയിട്ട് എത്തിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പത്രം തന്നെയല്ല, എവിടെ പത്രം കണ്ടാലും ഞാനത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ പത്രവും ഉപ്പും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കാശുരൂപം എപ്പോഴും കയ്യിൽ കാണും, അത് ആവശ്യമുള്ളവർക്ക് എല്ലാം കൊടുക്കും. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരാളെ കണ്ടാൽ അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തി 1/2 മണിക്കൂർ ഇതെൻ്റെ കാര്യം മൊത്തം പറഞ്ഞിട്ടേ വിടുകയുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഓരോ ആവശ്യം വരുമ്പോൾ അവർ പെട്ടെന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്യും. ഇതെല്ലാം കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാം സാധിച്ചു തന്ന അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:17. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. സിജി സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രോഗസൗഖ്യത്തിൻ്റെ ദൈവാനുഭവമാണ് നമ്മുടെ മുമ്പിൽ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. ഉടമ്പടി എടുത്ത് 12 തവണ പുതുക്കിയ സഹോദരിയാണ്. ഉടമ്പടിയിൽ അമ്മ മാതാവിനോട് ചേർന്ന് സഞ്ചരിക്കുകയും അമ്മയുടെ സംരക്ഷണത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ വാക്കുകളാണ് സാക്ഷ്യത്തിലുടനീളം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മരിയൻ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് അമ്മയുടെ സാന്നിധ്യാനുഭവം. അമ്മയുടെ സന്ദേശങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും അമ്മ സഹായിക്കുന്നത്. ഈ സാന്നിധ്യത്തിനെയും സന്ദേശത്തെയുമാണ് ശരിക്കും ഈ സഹോദരിയുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. സ്വപ്നം അമ്മ മാതാവ് നമുക്ക് നൽകുന്ന സന്ദേശത്തിൻ്റെ രൂപമാണ്. ചില ചെവിയിൽ കേൾക്കുന്ന വാക്കുകൾ അമ്മ മാതാവ് നമുക്ക് നൽകുന്ന സന്ദേശത്തിൻ്റെ രൂപമാണ്. സുഗന്ധാഭിഷേകം അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. സഹോദരിയുടെ സാക്ഷ്യത്തിലുടനീളം നമ്മൾ കേട്ടത് ഒരു രോഗത്തിൻ്റെ ക്ലേശത്തെക്കുറിച്ചുള്ള അമ്മ നൽകിയ സന്ദേശങ്ങൾ സ്വപ്നത്തിലൂടെ. ആ രോഗം സൗഖ്യപ്പെടുത്തിയത് എങ്ങനെയെന്ന് അമ്മ പറയുന്നത് സ്വപ്നത്തിലൂടെ. പിന്നീട് ശാരീരികമായ അതേ അവസ്ഥയിലേക്ക് വന്നെത്തിച്ചേരുമ്പോൾ അത് ആശുപത്രിയുടെ വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ സഹോദരി പറയുന്നുണ്ട്, 3 ടവൽ നിറയെ മുക്കിലൂടെ പഴുപ്പും കാര്യങ്ങളും വന്ന് മാറ്റുമ്പോഴും എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല. എന്നാൽ ആശുപത്രിയിൽ പോകാതെ തന്നെ രോഗപീഠകളിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം നൽകുകയും തലച്ചോറിനുള്ളിലെ പഴുപ്പാണ് ഈ മുഴുവൻ പുറത്തേക്ക് പോകുന്നതെന്ന് അമ്മ മാതാവ് തന്നെ മകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ക്ലേശം അനുഭവിച്ചിരുന്ന നിമിഷങ്ങളിൽ അമ്മ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അമ്മയും തിരുക്കുമാരനും വാക്കുകളിലൂടെ മകൾക്ക് പറഞ്ഞു കൊടുത്തതും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ഗ്യാരൻറ്റിയാണ്. നമ്മൾ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുന്നു.
അമ്മയിൽ എല്ലാ കാര്യങ്ങളും അമ്മയോട് ചോദിച്ചും അമ്മയിൽ ആശ്രയിച്ചും അമ്മ നയിക്കുന്ന വഴികളിൽ ജീവിതം കൊടുത്തുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ അമ്മയിൽ നിന്ന് നമുക്ക് നിശ്ചയമായും സന്ദേശങ്ങളിലൂടെ ഈ വിനിമയം, സന്ദേശ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഒരു ചിലപ്പോൾ നമ്മുടെ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചത് അതിൻ്റെ ഫലമണിയുന്ന രീതിയിലേക്ക് അതിൻ്റെ സൂചകങ്ങളായിരിക്കും ലഭിക്കുന്ന സന്ദേശങ്ങൾ. അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലേശാവസ്ഥയിൽ നമുക്ക് ലഭിക്കേണ്ട മുൻകൂട്ടിയുള്ള സംരക്ഷണമായിരിക്കും അമ്മയുടെ സന്ദേശങ്ങൾ. മകൾക്ക് ലഭിച്ചതെല്ലാം മകൾ കടന്നു പോകുവാനിരുന്ന രോഗാവസ്ഥയിൽ അമ്മ എങ്ങനെ കാത്തുകൊള്ളുന്നു, സൗഖ്യപ്പെടുത്തുന്നു, ആരോഗ്യം നൽകുന്നു, ചികിത്സകൾ എങ്ങനെ ഒഴിവാക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള സന്ദേശമായിരുന്നു. അമ്മയുടെ തിരുനടയിൽ നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ എല്ലാ ക്ലേശാവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്, കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധമ്മ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് തീർപ്പ് നൽകുകയും കൂടുതൽ ആരോഗ്യത്തിൽ, കൂടുതൽ ആയുസ്സിൽ, കൂടുതൽ സമാശ്വാസത്തിലും സന്തോഷത്തിലും ജീവിതം നയിക്കുവാൻ നമ്മളെ നിരന്തരം സഹായിക്കട്ടെ. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ഉടമ്പടി അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകും. എൻ്റെ പേര് ലിജോ ജോസ്, തൃശ്ശൂർ ജില്ലയിലെ പോട്ടൂർ ഇടവകയിൽ നിന്നാണ് വന്നത്. ഇതെൻ്റെ ഭാര്യ സോണിയ ലിജോ. ഞങ്ങൾ 6/3/2019 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 86 മുതൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്. ഒരു 2004 മുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10-20 ഏക്കറോളം ലാൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിസിനസ്സൊക്കെ ഇത്തിരി തകർച്ചയുടെ വക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിസിനസ്, ടെക്സ്റ്റൈൽ ബിസിനസ് നടക്കണില്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കച്ചവടങ്ങളൊന്നും നടക്കണില്ല. അങ്ങനെ ഒരു സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോഴാണ് ഇവിടെ വന്ന് പലരുടെയും കടയിൽ വരുന്ന പാത്രങ്ങളും അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ വന്ന് അറിയാൻ കഴിഞ്ഞതും. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 6/3/2019 ഞാനും ഭാര്യയും മക്കളുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഒരു 2 പ്രാവശ്യം 1-2 പുതുക്കണ വരെ വളരെ തീക്ഷ്ണമായിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിരുന്നു. പിന്നെ കൊറോണ വന്ന് ലോക്ക്ഡൗണായി എല്ലാവരും ഇങ്ങനെ വീട്ടിലടച്ചിരിക്കുന്ന സമയത്ത് ഒരു ദൈവദൂതൻ്റെ രൂപത്തിൽ വന്ന് ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ ഒരു കച്ചവടം തന്ന് കുറച്ചധികം സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഒന്നും ഫോൾട്ടായിട്ടില്ലെങ്കിലും എല്ലാം കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു 1.5 കോടി രൂപയുടെ കക്ഷി അത്രയും കച്ചവടം തന്ന് നമ്മൾക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് ബാധ്യതകളിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് ഷോൾഡർ ഫ്രീ ആക്കാനായിട്ട് നമ്മൾ സാധിച്ചു ആദ്യത്തായിട്ട്. അത് 2019 നടന്നത്. എനിക്കത് വന്ന് പറയാനായിട്ട് ഇവിടെ വന്ന് ഒരു നമ്മൾക്ക് സ്വയം ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ ഒന്ന് പറയാൻ പറ്റാതിരുന്നത്. എൻ്റെ ഭാര്യ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇതൊന്ന് പറയാൻ പറ്റാത്തതിന് ക്ഷമ ചോദിക്കുന്നു ആദ്യം തൊട്ട്. രണ്ടാമതായിട്ട് 2 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്ഥലങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2 സ്ഥലങ്ങളുടെ റീസർവേ കഴിയാണ്ട് ഒരു 15 കൊല്ലമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ അതൊന്നും നടന്ന് കിട്ടണില്ല. അത് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നീണ്ടു പോവുകയാണ്. ഒരു സ്ഥലത്തിൻ്റെ ആണെങ്കിൽ ഒരു ഹൈവേ അതിൻ്റെ 3 അഡ്ജസൻറ്റ് പ്രോപ്പർട്ടികൾ ഗവൺമെൻറ് പ്രോപ്പർട്ടീസാണ്. ഒന്ന് ഫോറസ്റ്റിൻ്റെ, ഒന്ന് PWD റോഡ്, ഒന്ന് ഗവൺമെൻറ് പുറമ്പോക്ക്, അങ്ങനെ കിടക്കുന്ന നല്ലൊരു ഹൈ വാല്യൂ ആയിട്ടുള്ളൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ്. അത് റീസർവേ ചെയ്ത് കിട്ടിയിട്ടുണ്ടാകുന്നില്ല ഒരുപാട് പ്രാവശ്യം. ഇപ്പോൾ അത് റീസർവേ ചെയ്ത് കിട്ടി. അതാണ് 2ാമത്തെ സാക്ഷ്യം. 3ാമതായിട്ട് ഞാൻ പ്രൊഫഷണലായിട്ട് ഈ ഷെയർ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ച് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു സെപ്റ്റംബറിൽ തൊട്ടൊരു വലിയൊരു റിസഷൻ വന്ന അന്ന് മുതൽ മാർക്കറ്റ് വളരെ ഡൗണായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ടൈറ്റൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു 15 ലക്ഷം രൂപയുടെ അടുത്ത് ഏകദേശം ഒരു 2 ഫ്യൂച്ചർ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒക്ടോബറിലായിരുന്നു ജപമാല റാലി. അന്നത്തെ ലാസ്റ്റ് തേഴ്സ്ഡേ അതിൻ്റെ എക്സ്പയറിയാണ്. ആ സാധനത്തിൻ്റെ ഫ്യൂച്ചറിൻ്റെ എക്സ്പയറിയാണ്. എത്രയാണ് നഷ്ടം നിൽക്കണമെന്ന് വെച്ചാൽ ആ നഷ്ടത്തിൽ അത് സെല്ല് ചെയ്തിട്ട് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഏകദേശം അതിനകത്ത് 15 ലക്ഷം രൂപയിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ലോസിലാണ് ഇതിവിടെ നടന്നുകൊണ്ടിരുന്നത്.
ജപമാല റാലിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ച് അതിനകത്ത് പങ്കെടുത്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേകം അതിനുവേണ്ടിയാണ് ഞാൻ അത്രയും സാക്രിഫൈസ് ചെയ്ത് വന്ന റാലിയിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ അന്നത്തെ അവസാനത്തെ തേഴ്സ്ഡേ അന്നത്തെ ഒരു ദിവസം ഗവൺമെൻറ് അതിൻ്റെ തലേ ദിവസം എക്സൈസ് ഡ്യൂട്ടി, ഗോൾഡിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കാര്യമായിട്ട് കുറച്ച് കൊണ്ടൊരു പ്രഖ്യാപനം വന്നപ്പോൾ അന്നത്തെ ദിവസം തന്നെ ടൈറ്റൻ എന്നുള്ള ഷെയർ 10% അപ്പർ സർക്യൂട്ടിൽ അത് ക്ലോസ് ചെയ്തു. എനിക്കത് ചെറിയൊരു 1.5 ലക്ഷം ലോസിൽ നിന്ന സാധനം എനിക്കൊരു ചെറിയ പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരുതലാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുന്നു. പിന്നെ മൂന്നാമതായിട്ട് കിണറ്റിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിണറിൽ വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങുകയും വെള്ളം തീരെ കുറയാണ് ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ വയറ്റിൽ അസുഖം, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കെല്ലാം വയറ്റിൽ ബുദ്ധിമുട്ടുകളും ആശുപത്രി പോകേണ്ട അങ്ങനെ അവസ്ഥകളുണ്ടായിരുന്നു. കിണറിൽ ഉപ്പും പരിശുദ്ധ വെഞ്ചരിച്ച വെള്ളം തെളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിന് കുറവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വെള്ളത്തിന് ആ കലങ്ങലും പൂർണ്ണമായും മാറിക്കിട്ടി. 2008 ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു ഏക്കറോളം സ്ഥലം വാങ്ങിക്കാനായിട്ടൊരു എഗ്രിമെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2008 വലിയൊരു റിസഷൻ വന്നപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് 1 ഏക്കറാണ് ഞാൻ എഗ്രിമെൻറ്റ് ചെയ്തിരുന്നത്. അതിനകത്ത് 40 സെൻറ്റോളം ഞാൻ ഓൾറെഡി അത് ഡേറ്റിന് മുന്നേ ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 60 സെൻറ്റ് സ്ഥലം ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് അവർ ഒന്ന് രണ്ട് മാസത്തോളം ഒരു എക്സ്ക്യൂസൊക്കെ തന്ന് ഇങ്ങനെ നീട്ടിക്കൊണ്ട് കരാറ് നീട്ടി കുറച്ച് പൈസ കൂടുതൽ കൊടുത്ത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ സ്ഥലം വന്ന് അളന്ന് നോക്കി അവസാനം പോയി അളന്ന് നമുക്ക് സ്കെച്ച് തന്നപ്പോൾ അതിനകത്ത് 20 സെൻറ്റിൻ്റെ 3 പ്ലോട്ടാണ് ഇനി തീരെടുക്കാനുള്ളത്. അതിൽ ഒരു 20 സെൻറ്റിൻ്റെ പ്ലോട്ടിനകത്ത് ഒരു 6 സെൻറ്റോളം സ്ഥലം പുറമ്പോക്കുണ്ട്. ആ പുറമ്പോക്ക് സ്ഥലത്തിനും കൂടി അവർക്ക് പൈസ കൊടുത്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് പെര വെച്ച് താമസിക്കാനോ കൃഷി ചെയ്യാനോ എനിക്ക് ആവശ്യമില്ല, എനിക്ക് വിൽക്കാനായിട്ടുള്ള പ്രോപ്പർട്ടി ഡീലിൽ പേപ്പറിലാക്കി തന്നാലേ ഞാൻ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു തർക്കത്തിൻ്റെ പുറത്ത് അവർ പിന്നെ അതിൽ നിന്ന് ആ കോൺട്രാക്റ്റിൽ നിന്ന് അവർ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മീഡിയേറ്റേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് ആ പൈസ മടക്കി തന്നാൽ മതി, നമ്മുടെ സമയം പീരീഡ് കഴിഞ്ഞു, നമ്മൾ തന്ന 10 ലക്ഷം രൂപ അഡ്വാൻസ് അവരുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് ആ പൈസ തിരിച്ച് തന്നാൽ മതി, തീരെടുത്തതിൻ്റെ പൈസയൊക്കെ ഓൾറെഡി സെറ്റിൽഡാണ്, 10 ലക്ഷം മടക്കി തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് സമ്മതിക്കുന്നില്ല. അവർ പറയണ നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് എമൗണ്ട് ഫുള്ളായിട്ട് ഫോർഫീറ്റ് ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചേക്കണം. അത് പ്രകാരം അവരൊന്നും തന്നില്ല. ഞാൻ അങ്ങനെ 2010 തൃശ്ശൂർ സബ് കോടതിയിൽ കേസിന് പോയി. എനിക്ക് 2016 അത് ഞങ്ങൾ ബാക്കി പല സ്ഥലം കിട്ടുന്നതിന് വേണ്ടി ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ഫുൾ വാല്യൂം കോടതിയിൽ കെട്ടി വെച്ചിട്ടാണ് ഞാൻ കേസിന് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു 4 lakhsോളം കോർട്ട് ഫീ അടച്ചിട്ട് ഞാൻ കേസിന് പോയി. എനിക്ക് സ്ഥലം തന്നില്ല. ഓൾട്ടർനേറ്റ് പ്രയറായിട്ടുള്ള കേസും അതിൻ്റെ അഡ്വാൻസ് എമൗണ്ടും 12% പലിശയും വിധിക്ക് ശേഷം 6% പലിശയായിട്ട് തൃശ്ശൂരിൽ നിന്ന് വിധി വന്നു. അവർ പറയണു, ഈ സ്ഥലം ഈ പൈസ തിരിച്ചു തരാൻ സാധിക്കില്ല, ഞങ്ങൾ ഫുള്ളായിട്ട് ഈ അഡ്വാൻസ് മണി ഏണസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചാണ്. അതാണ് അമ്മ മാതാവിൻ്റെ അത്ഭുതത്തിൻ്റെ ചരിത്രം അവിടെ നിന്നാണ് തുറന്നു പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചേക്കണത്, കരാറിൽ എഴുതി വെച്ചേക്കണ ഏണസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ്. ഏണസ്റ്റ് മണി നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോഴും ഏണസ്റ്റ് മണി തിരിച്ചു കൊടുക്കാൻ വേണ്ടാത്തൊരു പൈസയാണ്. ഏണസ്റ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾക്കറിയില്ല ഇതിനകത്ത് അഡ്വാൻസ് മണി തന്നെയല്ല അവിടുത്തെ എഴുതാറ്. പക്ഷേ ഇവർ എഴുതി വെച്ചേക്കണ ഏണസ്റ്റ് മണി എന്ന് ഞാൻ എഴുതി കൊണ്ടുപോയ ഡോക്യുമെൻറ്റിലാണ് അവർ സൈൻ ചെയ്ത് തന്നതാണ്. പക്ഷേ അവർ ഇതിനകത്ത് എഴുതി വെച്ചാണ് ഏണസ്റ്റ് മണി എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ വീണ്ടും ഹൈക്കോടതിയിൽ ഇതിന് ചലഞ്ചിങ് ആയിട്ട് ഹൈക്കോടതിയിൽ പോയി. 2017 അവർ പോയി. 2025 ഇപ്പോൾ അത് കഴിഞ്ഞ ആഴ്ചയിൽ വിധി വന്നു. അതിൻ്റെ ഇടയിൽ ഈ കേസിൻ്റെ പേപ്പറുകളും ആധാരങ്ങളും ആയിട്ട് അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വെഞ്ചരിച്ച ഒരു കാശ് രൂപം തന്നു. അത് കുഴിച്ചിടാനും പ്രാർത്ഥിക്കാനും പ്രത്യേകം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു തന്നു. അച്ഛനെ വന്ന് കണ്ടുപോയതിൻ്റെ ഫലമായിട്ട് എനിക്കത് ഈ കേസ് 12% വിധിയാണ് തൃശ്ശൂരിൽ നിന്ന് വിധിച്ചെങ്കിലും ഇവരത് ഹൈക്കോടതിയിൽ നിന്ന് 8% പലിശയായിട്ട് എനിക്ക് തരാനായിട്ട് വിധിച്ചുകൊണ്ട് വിധി വന്നു. ഈ വിധിയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ വരെ ഉള്ളത്
ഈ അഡ്വാൻസ് ഏണസ്റ്റ് മണി എന്നുള്ള വാക്ക് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം അതിന് അഗെയിൻസ്റ്റായിട്ട് ആദ്യമായിട്ടുള്ള വന്നൊരു വിധിയാണ്. അപ്പോൾ ഇത് പുതിയ കേസുകൾക്ക് അതിൻ്റെ ജേണലിൽ വരെ പ്രിൻ്റ് ചെയ്ത് വരണം, പുസ്തകത്തിൽ വരെ പ്രിൻ്റ് ചെയ്ത് വരാനുള്ള ഒരു വിധിയായിട്ട് ഈ സാധനം ഇതിനകത്ത് പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈസ കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് അത് പരിശുദ്ധമ്മ ഇടപെട്ട് തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വെച്ചേക്കുന്ന 2 നിയോഗങ്ങളാണ്. പരിശുദ്ധമ്മ 4ാമത്തെ ഒരു നിയോഗമാണ്. ഈ 2-3 കേസുകളുണ്ട്. ആ കേസുകളിൽ നമ്മളെ കൊണ്ടൊന്നും വിചാരിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പരിശുദ്ധമ്മ വക്കീലായിട്ട് വന്നിട്ട് ഇത് കാര്യങ്ങൾ നടത്തണം എന്നാണ് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു, എനിക്കൊരു അപകടം പറ്റിയത്. ആ കേസ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോകുമായിരുന്നു. അതിൻ്റെ തീരുമാനമായി അതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങിത്തന്ന് അതിനും തീരുമാനമായി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്ന പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരെന്ന് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. ഈ തിരുവൾത്താരയിൽ കയറി നിൽക്കാനുള്ള ഭാഗ്യം തന്നതിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മൾ മിക്കവാറും തൃശ്ശൂർ പോയിട്ട് അവിടെ പുത്തമ്പള്ളിയുടെ പരിസരത്തും അങ്ങനെ മാർക്കറ്റിൻ്റെ പരിസരത്തൊക്കെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാറുണ്ട്. മിക്കവാറും കടയിൽ നിന്ന് പോകാൻ ഒഴിവില്ലാത്തപ്പോൾ തൃശ്ശൂർ അങ്കമാലി 2-3 സ്ഥലത്തങ്ങളിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയാണ് അയച്ചു കൊടുക്കാറ്. അതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് പറയുന്നത്. കാരണം കടയിൽ വരുന്ന സമയം കിട്ടുന്ന ആൾക്കാരോടൊക്കെ വളരെയധികം ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ, നമ്മുടെ കിട്ടിയ നന്മകളും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരും കുറേ ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വന്നവർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കുറേയൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ തിരുത്തി കൊടുക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അവരൊക്കെ മനസ്സിലാക്കിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറയണത്, ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ എഴുതി കൊടുത്തു പോയതൊരു സാക്ഷിയാണ്. അപ്പോൾ എനിക്കിവിടെ വന്ന് പറയാനായിട്ട് എനിക്ക് ഇവിടെ കയറി നിൽക്കാനും ആൾത്താരയിൽ നമ്മളങ്ങനെ സ്റ്റേജിലൊന്നും കയറി നിന്നുള്ള പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് കയറി നിൽക്കാനും ഭയങ്കര പേടി കൊണ്ടാണ് അവിടെ എഴുതി കൊടുത്തു പോയത്. നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ നമ്മൾ പൊതുസമക്ഷത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളത് പിശാചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോലി നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുകയും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന്